Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 റിലീസായ വെനം എന്ന് പറയുന്ന ഒരു അടിപൊളി മാർവൽ ചിത്രമാണ്. പക്ഷേ ഇതിൽ കാണിക്കുന്ന വെനത്തിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ചിത്രത്തിലല്ല. ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള സ്പൈഡർമാൻ 3 എന്ന് പറയുന്ന ചിത്രത്തിലും ഈ പറയുന്ന വെനത്തിനെ നമ്മൾ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വെനത്തിനെ പറ്റി ഒരുപാടധികം കാര്യങ്ങളൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സ്പൈഡർമാൻ 3യിൽ പീറ്റർ പാർക്കറിന്റെ ശരീരത്തിലേക്ക് വെനം കയറി കഴിയുമ്പോൾ അവന്റെ പവർ ഒരുപാടധികം കൂടി. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ പീറ്റർ പാർക്കറിന്റെ സ്വഭാവവും ഒരുപാട് മോശമായിട്ട് മാറി. അതുകൊണ്ട് പീറ്റർ പാർക്കർ തന്നെ വെനത്തിനെ തന്റെ മേൽ നിന്ന് ഒഴിവാക്കി കളയുവാണ്. അപ്പോഴാണ് ആ യൂണിവേഴ്സിലെ എഡ്ഡി ബ്രോക്കിന്റെ മേലേക്ക് ഈ വെനം ചെന്ന് കയറുന്നത്. എഡ്ഡി ബ്രോക്കിന്റെ ബോഡി വെനത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെനത്തിന്റെ ഫുൾ പവറുകൾ പുറത്തെടുക്കാൻ എഡ്ഡി ബ്രോക്കിന്റെ ബോഡിയിലേക്ക് കയറിയപ്പോൾ വെനത്തിന് സാധിച്ചു. പക്ഷെ അവസാനം വെനത്തിന്റെ കൂടെ തന്നെ എഡ്ഡി ബ്രോക്കും മരിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ഈ യൂണിവേഴ്സിലെ എഡ്ഡി ബ്രോക്ക് വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഈ കഥയും വേറെ ലെവലാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. പരന്നു കിടക്കുന്ന ബഹിരാകാശത്തിലൂടെ ഒരു സ്പേസ് റോക്കറ്റ് ഭൂമിയിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോക്കറ്റ് കൺട്രോൾ ചെയ്ത് നിലത്തിറക്കാൻ അതിന്റെ ഉള്ളിലുള്ളവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ആ റോക്കറ്റ് നേരെ വന്ന് ഇടിച്ചിറങ്ങുന്നത് നമ്മുടെ ഭൂമിയിലുള്ള മലേഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ വിജനമായ ആളനക്കം ഒന്നുമില്ലാത്തൊരു സ്ഥലം. പെട്ടെന്ന് അവിടേക്ക് കുറെ ആംബുലൻസും പോലീസുകാരും ഒക്കെ വരാൻ തുടങ്ങി. കുറച്ച് സയന്റിസ്റ്റുകൾ അവിടെ എന്തോ തിരയുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. ഈ കാഴ്ചയൊക്കെ ലൈവായിട്ട് കുറച്ച് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പേരാണ് ലൈഫ് ഫൗണ്ടേഷൻ. ഇതിന്റെ മുതലാളിയാണ് മിസ്റ്റർ കാൾട്ടൺ ഡ്രേക്കും അവിടേക്ക് പോയിട്ടുള്ള സയന്റിസ്റ്റുകളോട് അവിടെയൊക്കെ തെരഞ്ഞ് നമ്മൾക്ക് വേണ്ട സാധനം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള കാൾട്ടൺ ഡ്രേക്ക് ബഹിരാകാശത്തേക്ക് ഗവേഷണം നടത്താൻ വേണ്ടി അയച്ച റോക്കറ്റാണ് തിരിച്ച് ഭൂമിയിലേക്ക് വന്ന് വീണത്. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ മരിച്ചുപോയി. ബഹിരാകാശത്ത് നിന്ന് എന്തോ ഒരു സാധനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ റോക്കറ്റ് കാൾട്ടൺ ഡ്രേക്ക് അയച്ചത്. അയാൾ പ്രതീക്ഷിച്ച പോലെ എന്തോ കണ്ടെത്തിയിട്ടാണ് ആ റോക്കറ്റ് തിരിച്ച് ഭൂമിയിലേക്ക് വന്നത്. ആ കണ്ടെത്തിയ സംഭവത്തിനെ തെരഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവരാനാണ് കാൾട്ടൺ അങ്ങോട്ട് പോയ സയന്റിസ്റ്റുമാരോട് പറയുന്നത്. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരു സയന്റിസ്റ്റ് പറയുന്നത്, റോക്കറ്റ് അടിയിലേക്ക് ഇടിച്ചിറങ്ങിയിട്ടും അതിന്റെ ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രം ജീവനുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത്ര ശക്തിയിൽ വന്ന് ഇടിച്ചിറങ്ങിയിട്ട് ഒരാൾ ജീവനോട് രക്ഷപ്പെടാൻ തീരെ ചാൻസ് ഇല്ല. പക്ഷെ അത് സത്യമാണ്. കാൾട്ടൺ ഡ്രേക്കിന് കാര്യം മനസ്സിലായില്ല. എന്തായാലും ആ ജീവനുള്ള ആളെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവാണ്. പക്ഷെ പോകുന്ന വഴിക്ക് ആംബുലൻസ് ഓടിച്ചിരുന്ന നഴ്സിന്റെ മേലേക്ക് എന്തോ ഒരു സാധനം വന്ന് പിടിക്കുന്നത് പോലെ തോന്നി. എന്തോ കറുത്തിണ്ട ജെല്ലി പോലെയുള്ള ഒരു സാധനം. ഈ സാധനം താഴെ വീണ റോക്കറ്റിൽ നിന്ന് ജീവനോട് രക്ഷപ്പെട്ട ആളുടെ മേലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ സാധനം ഇപ്പോ നഴ്സിന്റെ മേലേക്ക് വന്ന് കയറി. പെട്ടെന്ന് ആംബുലൻസ് കൺട്രോൾ പോയി അവിടെ മലക്കം മറിഞ്ഞ് വീഴുവാണ്. പക്ഷെ നഴ്സിനൊന്നും സംഭവിച്ചില്ല. അവർ നേരെ എണീറ്റ് ലൈഫ് ഫൗണ്ടേഷന്റെ ലൊക്കേഷൻ നോക്കുവാണ്. ഇപ്പൊ നഴ്സിന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള കറുത്ത സാധനവും കൂടി ലൈഫ് ഫൗണ്ടേഷനിലേക്കാണ് പോകാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴും ചിലർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. എന്താണ് ഈ കറുത്ത ജെല്ലി പോലെയുള്ള സാധനം? ഇതിനെ ഈ സാധനം എന്ന് വിളിക്കുന്നതിന് പകരം മറ്റൊരു പേരിട്ട് വിളിക്കാം, സിംബിയോട്ട്. സിംബിയോട്ടുകൾക്ക് ജീവനുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മേൽ കയറി കഴിയുമ്പോഴാണ് അതിന്റെ പവർ പുറത്തെടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന സിംബിയോട്ടുകൾക്ക് പ്രത്യേകിച്ച് പവർ ഒന്നും കാണിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ സിംബയോട്ട് ഏതാളുടെ മേലേക്കാണോ കയറാൻ പോകുന്നത് ആ വ്യക്തിയെ ഹോസ്റ്റ് എന്നാണ് പറയുക. അതായത് സിംബയോട്ടിന് കയറിക്കൂടി താമസിക്കാൻ പറ്റിയ ഒരു ബോഡി. ഈ സിംബയോട്ടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ക്ലിൻഡാർ എന്ന് പറയുന്ന ഗ്രഹം. അത് ഭൂമിയേക്കാൾ ഒരുപാട് അകലെയാണ്. ക്ലിൻഡാർ ഗ്രഹത്തിൽ സിംബയോട്ടുകൾ ഒരുപാട് കൂടി. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെയായി. അവർക്ക് കഴിക്കാനുള്ളത്ര സാധനങ്ങളൊന്നും ക്ലിൻഡാർ ഗ്രഹത്തിലില്ല. അതുകൊണ്ട് ഈ സിംബയോട്ടുകൾ പല ഗ്രഹങ്ങളിലേക്ക് പോയി അവിടെ കീഴടക്കാൻ തുടങ്ങി. അവിടെ കീഴടക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത്ര ഹോസ്റ്റുകൾ കിട്ടും. അവരുടെ മേൽ കയറി ഇഷ്ടമുള്ളത്ര കാലം ജീവിക്കാം. അവരെ തിന്നുകയും ചെയ്യാം. ഈ ഹോസ്റ്റിന് മതിയായി കഴിയുമ്പോൾ കയറി കൂടിയിരിക്കുന്ന ഹോസ്റ്റിന് അല്ലെങ്കിൽ ആരുടെ ദേഹത്തേക്കാണോ കയറി കൂടിയിരിക്കുന്നത് അയാളെ തന്നെ സിംബിയോട്ട് തിന്നുകളയും. ഈ സിംബിയോട്ടുകളുടെ നേതാവാണ് റയോട്ടിനെ പോലെ തന്നെയുള്ള മറ്റൊരു സിംബിയോട്ടാണ് വെനം. ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്ത കാര്യം, ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കാൾട്ടൺ ഡ്രേക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു മെഡിസിൻ കമ്പനിയാണ്. നിലവിലുള്ള രോഗങ്ങൾ മാറ്റാൻ വേണ്ടി കാൾട്ടൺ ഡ്രേക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തും. അതിൽ ഒരുപാടെണ്ണം വിജയിച്ചിട്ടുണ്ട്, ഒരുപാടെണ്ണം വിജയിക്കാതെയും പോയിട്ടുണ്ട്. കാൾട്ടൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം എല്ലാ മനുഷ്യർക്കും കൂടി ഈ ഭൂമിയിൽ തിങ്ങി പറക്കാൻ പറ്റില്ല. നമ്മുടെ താനോസ് പറഞ്ഞ പോലെ തന്നെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടാതെ വരും. അതുകൊണ്ട് ജീവിക്കാൻ പറ്റിയ മറ്റൊരു ഗ്രഹം കണ്ടെത്തണം. പക്ഷെ അത് കണ്ടെത്തുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്പേസ് ഷിപ്പിൽ കയറി ഇത്രയും അധികം ദൂരം സഞ്ചരിക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് തൽക്കാലം സാധിക്കില്ല. എന്നാലും കാൾട്ടൺ അയാളുടെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അയച്ച സ്പേസ് ഷിപ്പ് അല്ലെങ്കിൽ സ്പേസ് റോക്കറ്റ് ആണ് നമ്മൾ കഥയുടെ ആദ്യത്തിൽ കണ്ടത്. ഈ പോയ സ്പേസ് ഷിപ്പിന് വഴി വെച്ച് ഒരു ഉൽക്ക കണ്ടെത്താൻ പറ്റി. ഈ ഉൽക്കയുടെ ഉള്ളിലായിരുന്നു റയോട്ടും വെനവും കൂടെ വേറെ 2
സിംബിയോട്ടുകളും ഉണ്ടായിരുന്നത്. ഈ റോക്കറ്റ് കയറിപ്പോയവർ ഈ 4 സിംബിയോട്ടുകളെ പിടിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് റോക്കറ്റ് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങി നശിച്ചു പോയത്. ഈ സിംബിയോട്ടുകളെ കണ്ടെത്തി കൊണ്ടുവരാനാണ് കാൾട്ടൺ ഡ്രേക്ക് കഥയുടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 3 എണ്ണത്തിന് സയന്റിസ്റ്റുകൾക്ക് കിട്ടി. പക്ഷേ ഈ കൂട്ടത്തിലെ നേതാവായിട്ടുള്ള റയോട്ട് എവിടെ പോയി? ആ റയോട്ടാണ് റോക്കറ്റ് വീണ്ടും ജീവനോടെ ഉണ്ടായിരുന്ന ആളുടെ മേൽ കയറി കൂടിയിരുന്നത്. എന്നിട്ട് അത് അയാളുടെ മേൽ നിന്ന് ആംബുലൻസ് ഓടിച്ചിരുന്ന നേഴ്സിന്റെ മേലേക്ക് കയറി. ഇപ്പൊ റയോട്ടുള്ളത് ആ നേഴ്സിന്റെ ശരീരത്തിലാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പക്ഷേ ഈ കാൾട്ടൺ ഡ്രേക്ക് അത്ര നല്ല പുള്ളിയൊന്നുമല്ല. ഇയാൾ കണ്ടുപിടിക്കുന്ന പുതിയ മരുന്നുകൾ പാവപ്പെട്ട ആളുകളുടെ മേൽ പരീക്ഷിച്ചാണ് മരുന്ന് വർക്കാവോ ഇല്ലയോ എന്നുള്ള കാര്യം കാൾട്ടൺ ഡ്രേക്ക് കണ്ടെത്തുന്നത്. പക്ഷേ ഇങ്ങനെ മരുന്ന് കുത്തിവെക്കുന്ന സമയത്ത് പാവപ്പെട്ട കുറെ പേര് മരിച്ചു പോകാറുണ്ട്. ഇതൊന്നും കാൾട്ടൺ ഡ്രേക്കിന് ഒരു വിഷയമല്ല. ഇയാൾക്കെതിരെ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇയാളെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇനി കഥ വീണ്ടും തുടരുവാണ്. കാലിഫോർണിയയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. ആ ബിൽഡിംഗിലെ ഒരു റൂമിൽ പോത്തിനെ പോലെ കിടന്നുറങ്ങുവാണ് നമ്മളുടെ കഥയിലെ ഹീറോ, ഐ മീൻ മിസ്റ്റർ എഡ്ഡി ബ്രോക്ക്. സ്പൈഡർമാൻ 3 നടക്കുന്നത് വേറെ യൂണിവേഴ്സിലാണ്. അവിടെ നമ്മൾ കണ്ടത് മറ്റൊരു എഡ്ഡി ബ്രോക്ക്. ഈ യൂണിവേഴ്സിലുള്ളത് ഈ കിടക്കുന്ന എഡ്ഡി ബ്രോക്ക്. പക്ഷെ രണ്ടുപേർക്കും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. സ്പൈഡർമാൻ 3 നമ്മൾ കണ്ട എഡ്ഡി ബ്രോക്കിന് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആവാനാണ് ആഗ്രഹം. പക്ഷെ അതിനുള്ള കഴിവൊന്നും അയാൾക്ക് കാര്യമായിട്ടില്ല. അതുകൊണ്ട് സ്പൈഡർമാന്റെ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോകൾ ഒപ്പിച്ചാണ് അയാൾ ഡെയിലി ബ്യൂഗിളിൽ ജോലിക്ക് കയറുന്നത് പോലും. പക്ഷെ ഈ യൂണിവേഴ്സിലെ എഡ്ഡി ബ്രോക്ക് അങ്ങനെയല്ല. ഇവൻ കഴിവുള്ളവനാണ്. ഇവനും ഒരു ന്യൂസ് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. സിറ്റിയിലെ ആളുകൾക്ക് എഡ്ഡി ബ്രോക്കിന്റെ ന്യൂസുകൾ വളരെ ഇഷ്ടമാണ്. കാരണം എഡ്ഡി ഈ ന്യൂസുകൾ അവതരിപ്പിക്കുന്ന രീതിയും അവൻ കൊണ്ടുവരുന്ന വിഷയങ്ങളും ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്താണ് എഡ്ഡിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ആനി അങ്ങോട്ട് വരുന്നത്. ആനി വർക്ക് ചെയ്യുന്നത് ലൈഫ് ഫൗണ്ടേഷന്റെ വക്കീലായിട്ടാണ്. യെസ്, ലൈഫ് ഫൗണ്ടേഷന്റെ ഭാഗത്ത് നിന്ന് കാൾട്ടൺ ഡ്രേക്കിന് വേണ്ടി കേസുകളൊക്കെ വാദിക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും വക്കീലായിട്ടുള്ള ആനിയാണ്. ആനി വന്ന് എഡ്ഡിയെ തലക്കടിച്ച് എഴുന്നേപ്പിക്കുന്നു. എഡ്ഡി ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങല്ലേ, ഇന്ന് ജോലിക്കൊന്നും പോകണ്ടേ? ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമുക്കൊരു ഡേറ്റ് ഉള്ളതാ, മര്യാദയ്ക്ക് കൃത്യസമയത്ത് വന്നോളണം. നീ എല്ലാ വട്ടവും എന്നെ കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറ്റിക്കും. ഇന്ന് അങ്ങനെ പറ്റില്ല. എഡ്ഡി പെട്ടെന്ന് എനിക്ക് നിനക്കിന്ന് ന്യൂസ് ചാനലിൽ ഒരു റിപ്പോർട്ടിംഗ് ഉള്ളതല്ലേ, എന്തോ ഇന്റർവ്യൂ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. എന്തായാലും ഞാൻ ഇറങ്ങുക. എനിക്കിന്ന് ലൈഫ് ഫൗണ്ടേഷനിൽ ഒരു പ്രധാന കേസിന്റെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ ബൈ. മര്യാദയ്ക്ക് കാപ്പി എടുത്ത് കുടിച്ച് പോവാൻ നോക്കെഡ്ഡി. ഓക്കെ ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയി. ഡേറ്റിന്റെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. നീ പേടിക്കണ്ട ബേബി, ഞാൻ എന്തായാലും വരും. നീ ഓരോ ദിവസം ലുക്ക് കൂടി വരുവാണല്ലോ. നമ്മളുടെ കല്യാണമൊക്കെ വരാൻ പോവാ. ഇങ്ങനെ പോയാൽ നിന്നെ വേറെ ആരെങ്കിലും അടിച്ചെടുത്തോണ്ട് പോകും കേട്ടോ. അപ്പൊ ശരി, ബൈ ബേബി. എഡ്ഡി പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്ത് നേരെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എഡ്ഡി കവർ ചെയ്യുന്ന ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ മറ്റു പലരും തുറന്നു പറയാൻ പേടിക്കുന്ന കാര്യങ്ങളാണ്. ചിലയിടത്ത് നടന്ന കൊലപാതകങ്ങൾ, അഴിമതി, കള്ളക്കടത്ത്, ആളക്കടത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെയാണ് എഡ്ഡി ബ്രോക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ന്യൂസ് കമ്പനിയിലെ ഒരു പ്രധാന റിപ്പോർട്ടറാണ് എഡ്ഡി ബ്രോക്ക്. ഇത് കഴിഞ്ഞ് അവൻ നേരെ അവന്റെ കമ്പനിയിലേക്ക് വരുവാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. ഹായ് എഡ്ഡി, ഇന്ന് നിന്നെ കാണാൻ ലുക്ക് ആയിട്ടുണ്ടല്ലോ. പിന്നെ ആ ബൈക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അതെടുത്തൊന്ന് മാറ്റി വെക്ക്. എന്റെ പൊന്നുമോനെ, നീ ആരോടെ ബൈക്ക് മാറ്റാൻ പറയുന്നത്? ഞാനിപ്പോ ഈ കമ്പനിയുടെ നട്ടില്ല, എന്റെ ബൈക്കൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഞാൻ പോയി മാനേജറെ കണ്ടിട്ട് വരാം. അവിടെ മാനേജർ എഡ്ഡിയെ കാത്തിരിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രധാനപ്പെട്ട പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാനേജർ എഡ്ഡിയെ വിളിപ്പിച്ചിരിക്കുന്നത്. ഹേയ് മൈ ബോയ്, നിനക്കിന്നൊരു പുതിയ പണിയുണ്ട്. ഒരാളുടെ ഇന്റർവ്യൂ എടുക്കണം. വാവ്, ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരുടെ ഇന്റർവ്യൂ സർ? നിനക്കറിയില്ലേ, ഒരാഴ്ച മുമ്പ് ഒരു സ്പേസ് റോക്കറ്റ് വിട്ട് അത് തിരിച്ചു വന്ന് വീണ് കുറെ പേര് ചത്തുപോയി. അതിന്റെ മുതലാളിയായിട്ടുള്ള ലൈഫ് ഫൗണ്ടേഷന്റെ നമ്മുടെ മിസ്റ്റർ കാൾട്ടൺ ഡ്രേക്ക്, അവന്റെ തന്നെ. ഞാൻ എന്തിനാ അയാളുടെ ഇന്റർവ്യൂ എടുക്കുന്നത്? അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യമുണ്ടോ അയാൾക്ക്? ഇപ്പൊ ആവശ്യമുണ്ട്. ആ ഇന്റർവ്യൂ എടുത്താൽ നമ്മൾക്ക് കുറെ പൈസ തരും. പിന്നെ എന്തിനാ ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ടാ. ഈ സ്പേസ് റോക്കറ്റ് വന്ന് വീണ് കുറെ പേര് മരിച്ചല്ലോ. ഇതിൽ കാൾട്ടൺ ഡ്രേക്കിനും ലൈഫ് ഫൗണ്ടേഷനും യാതൊരു പങ്കുമില്ലെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോകുന്നു, കാൾട്ടൺ ഡ്രേക്കിനെ കാണുന്നു, അയാളോട് ഈ സ്പേസ് റോക്കറ്റിന്റെ കാര്യം ചോദിക്കുന്നു. അപ്പോൾ അയാൾ തടിയക്ഷിക്കാൻ വേണ്ടി ഓരോ കള്ളങ്ങളൊക്കെ പറയും. നീ അതൊക്കെ കേട്ട് തലയാട്ടി അത് റിപ്പോർട്ട് ചെയ്യണം. അതൊക്കെ ആൾക്കാർ കണ്ട് വിശ്വസിച്ചോളൂ. ഇതാണ് അയാളുടെ പ്ലാൻ. നീ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. പക്ഷെ സാർ, ഇത് ശരിയല്ല സാർ. ആ സ്പേസ് റോക്കറ്റ് വീണ് എത്ര പേരെ മരിച്ചത്? ഇതിൽ അയാൾക്കും ആ കമ്പനിക്ക് ഒരു പങ്കില്ലെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പോകുന്നത്? എനിക്ക് പറ്റില്ല, ഞാൻ ഇത് ചെയ്യില്ല സാർ. എന്റെ പൊന്നെഡ്ഡി, നമ്മളല്ലെങ്കിൽ വേറൊരു ന്യൂസ് ചാനലിന് അയാൾ ഇന്റർവ്യൂ കൊടുക്കും. പിന്നെ അവരുടെ റേറ്റിംഗ് കൂടും, നമ്മൾ താഴെ പോകും. വെറുതെ അതിന് നിൽക്കണോ? ഇഷ്ടംപോലെ പൈസയും കിട്ടും. അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. ഈ കാൾട്ടൺ ഡ്രേക്ക് വിചാരിച്ചാൽ നമ്മളുടെ ഈ മൊത്തം ന്യൂസ് പേപ്പർ കമ്പനിയെ വിലക്കെടുത്ത് ഇത് അയാളുടെ കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റും. അതൊക്കെ വേണോ മോനെ? പറഞ്ഞ കാര്യം ചെയ്താൽ പോരെ? സാർ, അയാൾ ഒരു തെണ്ടിയാണ് സാർ. അയാൾ ഒരു കള്ളനാണ്. അയാളെ പറ്റി എന്തൊക്കെ വാർത്തകൾ പുറത്തു വരുന്നതെന്ന് സാറിന് അറിയോ? പാവപ്പെട്ട ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവരെ വെച്ച് പരീക്ഷണം ചെയ്താണ് അയാൾ ഈ കമ്പനിയൊക്കെ വലുതാക്കി കൊണ്ടുവരുന്നത്. അയാൾ പണക്കാരനായതുകൊണ്ട് നമ്മൾക്ക് അയാളൊന്നും ചെയ്യാനും പറ്റില്ല. അയാൾക്കെതിരെ ഒരു തെളിവുമില്ല. എഡ്ഡി, നിന്റെ റിപ്പോർട്ടിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് കുറെ ഫോളോവേഴ്സും ഉണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി, ഈ ജോലി അല്ലാതെ നിനക്ക് വേറെ ഒരു പണിയും അറിയാൻ പാടില്ലല്ലോ. അപ്പൊ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ മര്യാദയ്ക്ക് ജീവിതത്തിൽ കുറച്ച് ഉയരത്തിലേക്ക് പോകാൻ നോക്ക്. അല്ലാതെ നിന്റെ ഈ സെന്റിമെന്റ്സ് ഒന്നും വെച്ചോണ്ടിരുന്ന ജീവിതത്തിൽ എവിടെയും എത്താൻ പോകുന്നില്ല. നീ മര്യാദയ്ക്ക് പോയി കാൾട്ടൺ ഡ്രേക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ട് അതങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കാൻ പോകണ്ട. പിന്നെ അയാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി നിന്റെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഈ കമ്പനിക്ക് പണി വാങ്ങി തരരുത് മോനെ. ഡീൽ ഓർ നോ ഡീൽ? ഓക്കെ സാർ, ഞാൻ പോയി ഇന്റർവ്യൂ എടുക്കാം. എന്ത് തേങ്ങയെങ്കിലും ആവട്ടെ. അന്ന് രാത്രി പറഞ്ഞ പോലെ ആനിയും എഡ്ഡിയും തമ്മിൽ കറങ്ങാൻ വേണ്ടി പുറത്തു പോവാണ്. എഡ്ഡി, നിനക്ക് ഒട്ടും ക്ഷമയില്ല. ഞാൻ ലൈഫ് ഫൗണ്ടേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നീ നാളെ അങ്ങോട്ട് വന്ന് കാൾട്ടൺ ഡ്രേക്കിനിട്ട് വല്ല പണി കൊടുക്കുവോ? നീ മര്യാദയ്ക്കുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. ബേബി, നീ പേടിക്കണ്ട. എനിക്കെല്ലാം അറിയാം.
ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കൊന്നും തലയിടാൻ പോകുന്നില്ല. പിന്നെ എനിക്കിപ്പോ നീ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ വേണ്ടത്? നിന്നെ എനിക്ക് കിട്ടിയത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഓർത്താ മതി. നോക്ക്, നീ ന്യൂയോർക്കിലായിരുന്നപ്പോ അവിടെ ഡെയിലി ബ്യൂൾ എന്ന് പറയുന്ന പത്ര കമ്പനി വർക്ക് ചെയ്തില്ലേ? എന്നിട്ട് അവിടെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റാതായപ്പോഴല്ലേ നീ ഇങ്ങോട്ട് പോകുന്നത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ പിന്നെ ഇവിടെ നിന്നും പോകേണ്ടി വരും. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് പോകുന്നത് അവിടെയുള്ള ആൾക്കാരെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന കാലിഫോർണിയയിലേക്ക്. മോളെ, എന്റെ വീടെന്ന് പറയുന്നത് തന്നെ നീയാണ്. നീ ഇല്ലാതെ എനിക്കൊന്നുമില്ല. നിനക്ക് എന്നെ വളച്ച് കയ്യിലെടുക്കാൻ നന്നായിട്ട് അറിയാം. അപ്പൊ സംസാരിച്ചത് മതി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ വെച്ചാ അതൊക്കെ റൂമിൽ പോയിട്ട് പോരെ? എഡ്ഡി നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് അവരുടെ റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് കിടന്നുറങ്ങുന്നു. ഉറക്കത്തിനിടയ്ക്ക് എഡ്ഡി വെള്ളം കുടിക്കാൻ വേണ്ടി റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് വരുമ്പോഴാണ് ആനിയുടെ ലാപ്ടോപ്പ് അവിടെ ഓൺ ആയിരിക്കുന്നത് എഡ്ഡിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ ചെന്ന് നോക്കിയപ്പോ ആനിയുടെ ലാപ്ടോപ്പിലേക്ക് എന്തോ ഇമെയിൽ വന്നിട്ടുണ്ട്. അവൻ ജസ്റ്റ് അത് ഓപ്പൺ ആക്കി നോക്കുവാണ്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എഡ്ഡിയെ ഞെട്ടിച്ചു കളഞ്ഞു. ലൈഫ് ഫൗണ്ടേഷനെതിരെയുള്ള കാര്യങ്ങൾ, അതായത് അവിടെ നടക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാൾട്ടൺ ഡ്രേക്ക് പരീക്ഷണം ചെയ്യുന്നത് കാരണം മരിച്ചു പോകുന്ന വ്യക്തികൾ, സ്പേസ് റോക്കറ്റ് വീണ് മരിച്ചുപോയെന്ന് പറയപ്പെടുന്ന ആളുകളുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിവരങ്ങളാണ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞ്, അതായത് വളരെ സുരക്ഷിതമായി മാത്രം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ആനിയുടെ ലാപ്ടോപ്പിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് എഡ്ഡി ഞെട്ടിപ്പോയി. എന്തായാലും എഡ്ഡി അത് ശ്രദ്ധിക്കാത്ത പോലെ ലാപ്ടോപ്പ് ഓഫ് ആക്കി വെക്കുവാണ്. അടുത്ത ദിവസം ലൈഫ് ഫൗണ്ടേഷൻ ആണ് കാണിക്കുന്നത്. ആ സ്ഥാപനം കാണാൻ വേണ്ടി കുറെ കുട്ടികൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. മിസ്റ്റർ കാൾട്ടൺ ഡ്രേക്ക് അവരോട് എല്ലാവരോടും കൂടി ചില കാര്യങ്ങൾ പറയുന്നു. മക്കളെ, നമ്മളെല്ലാവരും ഈ ഭൂമി ജീവിക്കുന്നുണ്ട്. പക്ഷേ എത്ര നാൾ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇവിടെ എല്ലാവരും ഭൂമിയെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നു, കടലിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ദൂരെ ആകാശത്ത് കുറെ അകലെ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾക്ക് ചെന്ന് താമസിക്കാൻ പറ്റുന്ന വല്ല സ്ഥലങ്ങളുണ്ടോ? ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഞാനും ഈ കമ്പനിയും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഭൂമിയുടെ പുറത്തു പോയി താമസിക്കാൻ പറ്റും. അതാണ് ലൈഫ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഓൾവേസ് ബി ക്യൂരിയസ്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആ സമയത്താണ് ലൈഫ് ഫൗണ്ടേഷനിലെ പ്രധാന സയന്റിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള ഡോർ അങ്ങോട്ട് വരുന്നത്. ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി എഡ്ഡി ബ്രോക്ക് വന്നിട്ടുണ്ടെന്ന് അറിയിക്കാനാണ് ഡോർ അങ്ങോട്ട് വന്നത്. കാൾട്ടൺ ഡ്രേക്ക് നേരെ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നു. എഡ്ഡി എന്നത്തെയും പോലെ സാധാരണയായിട്ട് ഇന്റർവ്യൂ തുടങ്ങുവാണ്. ഹലോ മിസ്റ്റർ കാൾട്ടൺ ഡ്രേക്ക്, ലൈഫ് ഫൗണ്ടേഷന്റെ എല്ലാമായിട്ടുള്ള മിസ്റ്റർ കാൾട്ടൺ ഡ്രേക്ക്. നമുക്ക് ആദ്യം തൊട്ട് പറയാം. ഒരു ബ്രിട്ടീഷ് കുടുംബത്തിൽ ജനനം. വെറും 19ാമത്തെ വയസ്സിൽ പാൻക്രിയാസിൽ ക്യാൻസർ വന്നവർക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചു. ആക്ച്വലി അത് മരുന്നല്ല, അതൊരു സർജറിയാണ്. ഈ പറയുന്ന പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നവർക്ക് അവർക്ക് ജീവിക്കാൻ കിട്ടുന്ന കാലഘട്ടം 3 മടങ്ങായിട്ട് ഉയർത്താൻ ഈ സർജറിക്ക് സാധിക്കും. ഓക്കെ സർ. അത് കഴിഞ്ഞ് വെറും 24ാമത്തെ വയസ്സിൽ നിങ്ങൾ ഈ ലൈഫ് ഫൗണ്ടേഷന് തുടക്കമിട്ടു. എന്താണ് നിങ്ങൾ ഈ ലൈഫ് ഫൗണ്ടേഷൻ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ റെഡ്ഡി, ഞാൻ പറയാം. നമ്മൾ മനുഷ്യർക്ക് ഇന്നുള്ള ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ നമ്മൾ കരയിലും കടലിലും മാത്രം നോക്കിയാൽ പോരാ, ഭൂമിയിൽ മാത്രം നോക്കിയാൽ പോരാ, അങ്ങ് ആകാശത്തേക്ക് നോക്കണം. ബഹിരാകാശത്ത് പോയി പരീക്ഷണങ്ങൾ ചെയ്യണം. എന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം ഉള്ള ഉത്തരം അവരുടെ ബഹിരാകാശത്തുണ്ട്. അത് കണ്ടെത്തണം. അതിനാണ് ലൈഫ് ഫൗണ്ടേഷൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ബഹിരാകാശത്ത് നിന്ന് കുറെ മരുന്നുകൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് സാർ പറയുന്നത്. അതെനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്ന കുറച്ച് പേർ മരിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, സാർ കണ്ടുപിടിക്കുന്ന ഈ മരുന്നുകളുടെ പരീക്ഷണം നടത്തുമ്പോൾ പാവപ്പെട്ട കുറെ പേർ മരിച്ചു പോകുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് സാർ. അതൊന്ന് പറയാൻ പറ്റൂ? എഡി പ്ലീസ്, നിന്നോട് മാനേജർ പറഞ്ഞതല്ലേ നമ്മളിവിടെ ആ കാര്യങ്ങൾ സംസാരിക്കാനല്ല വന്നിരിക്കുന്നത്. നോ, ഞാൻ തെറ്റായിട്ടൊന്നും ചോദിക്കുന്നില്ല. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല മിസ്റ്റർ ഡ്രേക്ക്, ജനങ്ങളുടെ സംശയങ്ങൾ നമ്മൾ തീർത്തു കൊടുക്കണ്ടേ? മിസ്റ്റർ റെഡ്ഡി, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഈ ലൈഫ് ഫൗണ്ടേഷൻ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഒരുപാട് ശവങ്ങളുടെ മേലാണെന്നാണ് ആളുകൾ പറയുന്നത്. ആ ശവങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് കുത്തിവെച്ച് കൊന്നു കളഞ്ഞിട്ടുള്ള ആളുകളുടെ ശവങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? ഐ എം സോറി, നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. യെസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇതൊക്കെ ലൈഫ് ഫൗണ്ടേഷനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, അതിന് ഉത്തരം പറയണ്ട. പക്ഷേ തെളിവുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ലീഗലായിട്ടുള്ള ചില കാര്യങ്ങൾ. പേരുകളടക്കം ഞാൻ പറയാം. നിങ്ങൾ സ്പേസിലേക്ക് വിട്ടുവരും. അതിൽ നിന്ന് തിരിച്ചു വന്നവരുടെയും എണ്ണം, പോയി വന്നപ്പോൾ മരിച്ചവർ, അത് മാത്രമല്ല ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് തിരിച്ചു പോവാത്ത ആളുകൾ. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഐ എം സോറി, എനിക്കൊന്നും പറയാൻ ആഗ്രഹമില്ല. എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഗുഡ് ബൈ. കാൾട്ടൺ ഡ്രേക്കിന്റെ സെക്യൂരിറ്റി എഡ്ഡിയെ പിടിച്ച് പുറത്താക്കുവാണ്. അങ്ങനെ എഡ്ഡി എല്ലാം കുളവാക്കി. എഡ്ഡി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജർ നല്ല ദേഷ്യത്തിലാണ്. എഡ്ഡി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നേ? നീ അവിടെ പോയി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? സാറേ, അയാൾ ഒരു കള്ളനാണ്. അയാൾ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്കറിയാം. ഓഹോ, എന്നാ തെളിവുകൾ കാണിക്കും. ഈ തെളിവുകൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി? നിനക്ക് ആരാ ഇത് തന്നത്? അങ്ങനെയല്ല, എനിക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. നിനക്ക് സംശയങ്ങൾ ഉള്ളതിന്റെ പേരിലാണോ നീ അങ്ങനെ പോയി അവിടെ ചോദിച്ചത്? അങ്ങനെ ഒരാളെ സംശയിച്ചുകൊണ്ട് അയാൾ ആളുകളുടെ മുന്നിൽ കരിവാരി തേക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ ഈ കമ്പനിക്ക് വരാൻ പോകുന്ന നഷ്ടം എത്രയാണെന്ന് നിനക്കറിയോ? അങ്ങനെയല്ല സാർ. ഇങ്ങനെ സിറ്റിയിൽ ഒരു ക്രൈം നടക്കുമ്പോൾ അതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം. വെറും തെളിവുകൾ ഇല്ലാതെ ഒരു സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ പോയി ചോദിച്ചു നിന്നെ ഒരു മണ്ടൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഐ എം സോറി എഡി, എനിക്ക് നിന്റെ മേലുള്ള വിശ്വാസം പോയി. യു ആർ ഫയർഡ്. നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. പോയി നല്ലൊരു ജീവിതം കണ്ടുപിടിക്കും. ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല. അങ്ങനെ പറഞ്ഞ് മാനേജർ എഡ്ഡിയെ പുറത്താക്കുവാണ്. അവന്റെ ജോലി പോയി. ആക്ച്വലി തെളിവുകളുടെ കാര്യം എഡ്ഡി പറയാത്തത് എന്താന്ന് വെച്ചാൽ അത് കൊടുത്തത് ആനിയാണെന്ന് അറിയുകയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് എഡ്ഡി വേറൊരു കാര്യം അറിയുന്നത്. ലൈഫ് ഫൗണ്ടേഷന്റെ ലോയർ ആയിരുന്ന നമ്മളുടെ ആനിയെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. കാരണം എഡ്ഡിയുടെ ഗേൾഫ്രണ്ട് ആണ് നമ്മുടെ ആനി എന്നുള്ള കാര്യം കാൾട്ടൺ ഡ്രേക്കിനും ലൈഫ് ഫൗണ്ടേഷനും അറിയാം. അപ്പോൾ അവളെ കമ്പനി
കമ്പനിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നല്ലതാവില്ലെന്ന് വിചാരിച്ചാണ് അവളെ പുറത്താക്കുന്നത്. ജോലി പോയതുകൊണ്ട് ആനി നല്ല ദേഷ്യത്തിലാണ്. ആനി, ഐ എം സോറി, ഞാൻ പറയുന്നത് കേക്ക്. എഡി, നീ എന്നോട് ഒന്നും പറയണ്ട. എനിക്ക് നല്ല കലി വന്നിട്ട് നിൽക്കുന്നത്. നിനക്ക് നിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നീ കാണും എന്റെ ജോലി പോയി കിട്ടി. ആനി പ്ലീസ്, ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല. പ്ലീസ്, നീ ഇനി ഒന്നും പറയണ്ട. നീ എന്റെ ലാപ്ടോപ്പ് തുറന്നു നോക്കിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാർട്ടൺ ഡ്രേക്ക് എന്റെ ബെസ്റ്റിയാണെന്ന് വിചാരിച്ചിട്ടാണോ നീ അത് നോക്കിയത്? അങ്ങനെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ കയറി ഇടപെട്ടത് എന്റെ ജോലിയുടെ കാര്യത്തിലാണ് എഡി. എന്റെ ജോലി പോയി. എന്റെ സ്വപ്നങ്ങളാണ് നീ കാരണം പോയത്. എനിക്ക് നിന്റെ മേലുള്ള വിശ്വാസം പോയി എഡി. ഐ എം സോറി. ഇനി എന്നെ കാണാൻ വരരുത്. അങ്ങനെ പറഞ്ഞ് എൻഗേജ്മെന്റ് റിംഗ് എഡിക്ക് ഊരി കൊടുത്തിട്ടാണ് ആനി അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നത്. എഡിക്ക് ആകെ വിഷമമായി. അവന്റെ ജോലിയും പോയി, പെണ്ണും പോയി. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലേഷ്യയിൽ നിന്ന് കണ്ടെത്തിയ 3 സിംബിയോട്ടുകളെ കാർട്ടൺ ഡ്രേക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുവാണ്. ആ 4ാമത്തെ സിംബിയോട്ട് അവിടെ പോയി. നമ്മൾക്കറിയുന്നത് പോലെ 4ാമത്തെ സിംബിയോട്ടായിട്ടുള്ള സിംബിയോട്ടുകളുടെ നേതാവായിട്ടുള്ള റയോട്ട് ആംബുലൻസ് ഓടിച്ചിരുന്ന നഴ്സിന്റെ മേലാണ്. അപ്പൊ ബാക്കി 3 സിംബിയോട്ടിനെ വെച്ച് കാർട്ടൺ ഡ്രേക്ക് ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് നഴ്സിന്റെ മേൽ കയറിക്കൂടിയ റയോട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുവാണ്. എവിടേക്ക്? ലൈഫ് ഫൗണ്ടേഷൻ തേടി നടന്നുകൊണ്ടിരിക്കുവാണ്. റയോട്ടിന്റെ ഹോസ്റ്റ് ആണ് ആ നഴ്സ്. കയറിക്കൂടിയിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ എനർജി തീരുന്നത് വരെ സിംബിയോട്ട് അയാളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ എനർജി പോവാതിരിക്കാൻ വേണ്ടി റയോട്ട് നഴ്സിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിപ്പിക്കും. നഴ്സ് നേരെ ഒരു മാർക്കറ്റിലേക്ക് വരുവാണ്. എന്നിട്ട് അവിടെയുള്ള പച്ച മീനെടുത്ത് പച്ചയ്ക്ക് തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് അവിടുത്തെ കടക്കാരൻ ഉണക്കമീനിനെ പോലെ ഇരിക്കുന്ന പെണ്ണെന്തിനെ പച്ചമീനെടുത്ത് തിന്നുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന റയോട്ട് ഒറ്റ വെട്ടിന് അയാളുടെ കഥ കഴിക്കുന്നു. റയോട്ടിന് ഇങ്ങനെ പല പവറുകളും ഉണ്ട്. എന്നിട്ട് നഴ്സ് അവിടെ നിന്ന് നടന്നു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ കുറെ ഗുണ്ടകൾ വന്ന് നിൽക്കുവാണ്. എടി മോളെ, ഈ മാർക്കറ്റിൽ വന്ന് പച്ചമീൻ തിന്ന് പച്ചയ്ക്ക് ഇവിടുന്ന് പച്ച മനുഷ്യനായിട്ട് പോവാന്ന് നീ വിചാരിച്ചോ? അതിനാദ്യം ഞങ്ങൾ ചാവണം. എന്തായാലും അവരൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, അത് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് റയോട്ട് നൈസായിട്ട് അവന്റെ മേൽ നിന്ന് കുറെ മുള്ളു പോലെയുള്ള സാധനങ്ങൾ പുറത്തേക്ക് എറിയുവാണ്. ഈ മുള്ളുകൾ ചെന്നുകൊണ്ട് ചുറ്റും നിന്ന ഗുണ്ടകളുടെ മേലൊക്കെ ചെറുതായിട്ട് ഓട്ടകൾ വീണു. എന്തായാലും മേലെ ഓട്ട വീണതുകൊണ്ട് അവർക്ക് അധികം നേരം ജീവിച്ചിരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അവരൊക്കെ നൈസായിട്ട് ചത്ത് താഴെ വീഴുന്നു. ഈ സമയത്ത് റയോട്ടിന് ഒരു കാര്യം മനസ്സിലായി. ഈ നഴ്സ് ഇനി അധികകാലം ജീവിക്കില്ല. സോ അവന് പുതിയൊരു ഹോസ്റ്റ് വേണം, അല്ലെങ്കിൽ പുതിയൊരു ജീവനുള്ള ശരീരം വേണം. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അമ്മൂമ്മയുടെ മേലേക്കാണ് റയോട്ട് അടുത്തതായിട്ട് കയറുന്നത്. വളഞ്ഞു കുത്തി നിന്ന അമ്മൂമ്മ അതോടെ നേരെ നിവർന്നു നിന്ന് നടക്കാൻ തുടങ്ങി. ഒരു കാര്യം പറയാം, ഈ സിംബിയോട്ടുകൾക്ക് പല കഴിവുകളും ഉണ്ട്. ഒരു സിംബിയോട്ടിനുള്ള കഴിവുകളല്ല മറ്റൊരു സിംബിയോട്ടിന് ഉണ്ടാവുക. റയോട്ട് എന്ന് പറയുന്ന സിംബിയോട്ട് കൂട്ടത്തിൽ തന്നെ വളരെ ശക്തനാണ്. പിന്നെ ഈ സിംബിയോട്ടുകൾക്ക് ആരുടെ ശരീരത്തിലാണോ കയറുന്നത് അയാളുടെ തലച്ചോറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അയാളുടെ അറിവുകൾ, അയാൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അയാൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സിംബിയോട്ടുകൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ അമ്മൂമ്മയുടെ മേൽ കയറി റയോട്ട് വീണ്ടും യാത്ര തുടരുവാണ്. അടുത്ത സീനിൽ ലൈഫ് ഫൗണ്ടേഷൻ ആണ് കാണിക്കുന്നത്. അവിടെ കാർട്ടൺ ഡ്രേക്കിന് കിട്ടിയിട്ടുള്ള 3 സിംബിയോട്ടുകളിൽ ഓരോന്നിനെ വെച്ചും പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആദ്യം ആ കൂട്ടത്തിലെ ഒരു മഞ്ഞ സിംബിയോട്ടിനെടുത്ത് ഒരു മൊയലിന്റെ അടുത്തേക്ക് വിടുവാണ്. ഈ സിംബിയോട്ട് ആ മൊയലിനെ തിന്നുവോ, അല്ലെങ്കിൽ ഈ സിംബിയോട്ട് കാരണം മൊയലിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത്. നിമിഷ നേരം കൊണ്ട് സിംബിയോട്ട് മൊയലിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. മൊയലിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ മൊയലിനൊന്നും പറ്റിയില്ല ഡോക്ടർ ഡോറ. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ പരീക്ഷണം ചെയ്ത മൊയലുകളൊക്കെ ചത്തുപോയല്ലോ. പിന്നെ ഈ മൊയൽ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? സർ, അത് എല്ലാ മൊയലുകളും ഒരുപോലെയല്ല, എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലോ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ സിംബിയോട്ട് ഈ മൊയലുമായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ മൊയലിന്റെ ബോഡിയും അതിന്റെ DNA ഇതൊക്കെ ആ സിംബിയോട്ടുമായിട്ട് നല്ല ചേർച്ചയുണ്ട്. അതുകൊണ്ടാണ് മൊയലിനൊന്നും പറ്റാത്തത്. യെസ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. അപ്പോ ഒരു സിംബിയോട്ടിന് ഇവിടെ വന്ന് മൊയലിന്റെ ദേഹത്ത് കയറി ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരുടെ മേലും ഒരു സിംബിയോട്ടിന് പിടിച്ചു കയറി നിൽക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സിംബിയോട്ടിനെയും മനുഷ്യരെയും ഒരുമിച്ചാക്കിയാൽ, അവരെ ഒരുമിച്ച് ചേർത്താൽ നമ്മൾക്ക് ഈസി ആയിട്ട് ബഹിരാകാശത്ത് പോയി ജീവിക്കാൻ പറ്റും. സാർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലേ? നമ്മൾക്ക് എത്രയും പെട്ടെന്ന് മനുഷ്യരുടെ മേല് ഈ സിംബിയോട്ടുകളെ വെച്ച് പരീക്ഷണം ചെയ്യണം. അയ്യോ സാർ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന് സമയമായിട്ടില്ല. നമ്മൾ വെറും ഒരു മൊയലിന്റെ മേൽ പരീക്ഷണം ചെയ്തെന്ന് വെച്ച് അതും ഒരു മൊയൽ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെ മനുഷ്യരുടെ മേൽ ചെയ്താൽ അതിൽ കുറെ പേര് മരിച്ചു പോയില്ലേ? ഇത് ഇല്ലീഗലാണ് സർ. ഡോക്ടർ ഡോറ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? നോക്ക്, നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഈ കമ്പനിയല്ലേ, അതായത് ഞാനാണ്. പിന്നെ ഡോറയ്ക്ക് ചെറിയ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഡോറയുടെ ജീവൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ ആ പിള്ളേരെങ്ങനെ ജീവിക്കും? ഇതൊക്കെ ഒന്ന് ഓർത്തൂടെ? സോ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. എത്രയും പെട്ടെന്ന് മനുഷ്യന്മാരുടെ മേൽ നമുക്ക് പരീക്ഷണം തുടങ്ങിയേ പറ്റൂ. അടുത്ത സീനിൽ ഒരു ബാറാണ് കാണിക്കുന്നത്. അവിടെ എഡി ബ്രോക്ക് കയറി ബിയർ അടിച്ചുകൊണ്ടിരിക്കുവാണ്. കൂടെ ഇരിക്കുന്നവൻ ഇത് എഡി ബ്രോക്ക് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ എഡി ആകെ വിഷമത്തിലാണ്. അവന്റെ ഉള്ള ജോലിയും പോയി, കൂടെ ഉണ്ടായിരുന്ന ആനിയും പോയി. ആ സമയത്താണ് അവിടെ ടിവിയിൽ ഏതോ ഒരു ന്യൂസ് ചാനലിൽ കാർട്ടൺ ഡ്രേക്കിന്റെ ഇന്റർവ്യൂ കാണിക്കുന്നത്. അതിൽ കാർട്ടൺ ഡ്രേക്ക് പ്ലാൻ ചെയ്ത പോലെ അയാളുടെ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ അടിച്ചു വിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് എഡിക്ക് സഹിച്ചില്ല. അയാൾ ബാറിലിരിക്കുന്ന ആളോട് പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ പുറത്ത് വീടും പൈസയൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട പെണ്ണ്, അവളുടെ പേര് മരിയ എന്നാണ്. അവൾ ആ വഴിയോരത്തിരിക്കുന്നുണ്ടായിരുന്നു. എഡിയും മരിയും ഫ്രണ്ട്സ് ആണ്. എഡി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർ സംസാരിക്കാറുണ്ട്. മാത്രമല്ല വെറുതെ കിട്ടുന്ന പത്രമാണെങ്കിലും എഡി അത് പൈസ കൊടുത്ത് മരിയയുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട്. അങ്ങനെയെങ്കിലും മരിയയ്ക്ക് എന്നും ജീവിക്കാനുള്ള കുറച്ച് പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല മനസ്സുള്ള എഡി അങ്ങനെ ചെയ്യുന്നത്. ഇന്നും എഡി മരിയയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പത്രം വാങ്ങുന്നുണ്ട്. അങ്ങനെ എഡി നേരെ കയറി ചെല്ലുന്നത് അവൻ എന്നും സാധനങ്ങൾ വാങ്ങുന്ന കടയിലേക്കാണ്. അവിടുത്തെ കടക്കാരി ഒരു ചൈനക്കാരിയാണ്. അവർക്കും എഡിയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഹേ എഡി, കുറച്ച് ദിവസമായാലോ കണ്ടിട്ട്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇപ്പൊ കുളി നനയൊന്നും ഇല്ലേ? ആകെ ഒരു വൃത്തികെട്ട രൂപമായിട്ടുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? പിന്നെ എഡി ബ്രോക്കിന്റെ പോലെ ഇരിക്കാൻ പറ്റൂ, അല്ലാതെ ഷാരുഖാന്റെ പോലെ ഇരിക്കാൻ പറ്റൂ? പോട്ടെ, അമിത്തിന്റെ പോലെ ഇരിക്കാൻ പറ്റൂ? അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇരിക്കുന്നതാ. പിന്നെ എഡി, ഞാൻ നിന്നോട് കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ഒരു
CD തന്നിരുന്നല്ലോ, നീ ആ CD ഇട്ട് കണ്ടു നോക്കിയോ? കുറച്ച് സമയം ധ്യാനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ മനസ്സൊക്കെ റെഡിയാവും. പിന്നെ ഇനിയിപ്പോ മെഡിറ്റേഷനും കൂടി ചെയ്യാത്തതിന്റെ കുറവേ ഉള്ളൂ. ആ ധ്യാനം അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ചത്തുപോയാൽ മതിയായിരുന്നു. അങ്ങനെ ഇരുന്ന് സമാധിയായ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തട്ടിപ്പോകുന്നതാ. അങ്ങനെ പറഞ്ഞ എഡ്ഡി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഗുണ്ട അങ്ങോട്ട് കയറി വരുന്നത്. ഈ ഗുണ്ട വന്നിട്ട് ചൈനക്കാരിയുടെ നേരേക്ക് തോക്ക് ചൂണ്ടി പൈസയൊക്കെ എടുത്ത് തരാൻ പറയുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാര്യമാണ്. ചൈനക്കാരിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എഡ്ഡി കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങോട്ട് പോയാൽ വെടിയുണ്ട തന്റെ നേരേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് എഡ്ഡിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എഡ്ഡി അത് കാണാത്ത പോലെ അവിടെ ഒളിച്ചും പത്ത് നിൽക്കുവാണ്. അങ്ങനെ ചൈനക്കാരി പൈസ എടുത്ത് കൊടുത്തപ്പോ ഗുണ്ട പുറത്തേക്ക് പോയി. ഇത് കഴിഞ്ഞപ്പോഴാണ് എഡ്ഡി അങ്ങോട്ട് ചെല്ലുന്നത്. നന്നായി, നൈസായിട്ട് കറക്റ്റ് സമയത്ത് മുങ്ങിയല്ലേ. എന്ത് പറ്റി? ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഞാനാരും കണ്ടില്ലല്ലോ. ആഹാ, എന്നാ കണ്ണുകൊണ്ട് പോയി ഉപ്പിലിട്ട് വയ്ക്ക്. അങ്ങനെ എഡ്ഡി തിരിച്ച് അവന്റെ റൂമിലേക്ക് വരുവാണ്. എഡ്ഡിയുടെ കയ്യിലെ പൈസ പതുക്കെ തീർന്നുകൊണ്ടിരിക്കുവാണ്. കാരണം അവനിപ്പോ ജോലിയൊന്നുമില്ല. എഡ്ഡി കുറെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് അതിൽ ജോലിയുടെ പരസ്യങ്ങളുണ്ടോ എന്ന് നോക്കുവാണ്. എന്നിട്ട് കുറെ സ്ഥലങ്ങളിലേക്ക് വിളിച്ച് ജോലിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും ജോലി ഇല്ലെന്നാണ് പറയുന്നത്. എഡ്ഡിക്ക് ആകെ വിഷമമായി. അപ്പോഴാണ് എഡ്ഡി ഓർത്തത് കടയിൽ നിൽക്കുന്ന ചൈനക്കാരി ഒരു സമാധാനത്തിന് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞ് ഒരു CD തന്നിട്ടുണ്ട്. എന്നാ പിന്നെ അത് കേട്ട് കുറച്ചു നേരം ധ്യാനിച്ചു നോക്കാം. അങ്ങനെ എഡ്ഡി ഡ്രസ്സൊക്കെ മാറി മനസ്സിനെ ശാന്തമാക്കി വെച്ച് ആ CD എടുത്ത് പ്ലേ ചെയ്ത് ധ്യാനിക്കാൻ തുടങ്ങുവാണ്. പെട്ടെന്നാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് കുറെ പേര് കുടിച്ച് ബഹളം ഉണ്ടാക്കി നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെക്കുന്നത്. എഡ്ഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവൻ നേരെ ഓടിച്ചെന്ന് ഡോർ തുറന്ന് അവരുമായിട്ട് വഴക്കിടാൻ പോകേണ്ടതായിരുന്നു. പക്ഷെ തൽക്കാലം എഡ്ഡി അതിന് പറ്റിയ അവസ്ഥയിലല്ല. അതുകൊണ്ട് അവന്റെ ദേഷ്യം ആ ഡോറിന്റെ അടുത്ത് വെച്ച് തന്നെ തീർത്തിട്ട് നേരെ ഉള്ളിലേക്ക് വന്ന് കിടന്ന് ഉറങ്ങുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലൈഫ് ഫൗണ്ടേഷൻ ആണ്. അവിടെ കാൾട്ടൺ ഡ്രേക്ക് അടുത്ത സിംബിയോട്ടിനെ പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. ഒരു നീല സിംബിയോട്ട്. പക്ഷെ ഈ പ്രാവശ്യം പരീക്ഷിക്കാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ മേലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വഴിയിലൊക്കെ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ മേൽ പരീക്ഷണം നടത്തുവാണ് കാൾട്ടൺ ഡ്രേക്ക് ചെയ്യുന്നത്. അവർ ചത്താലും ജീവിച്ചാലും ചോദിക്കാൻ ആരും വരില്ല. അങ്ങനെ ഐസക് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ആളെ കാൾട്ടൺ ഡ്രേക്ക് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. എന്നിട്ട് നീല സിംബിയോട്ടിനെ കെടുത്തിയിരിക്കുന്ന റൂമിലേക്ക് കടത്തി വാതിലടയ്ക്കുന്നു. ഐസക്, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? സാർ, എന്ത് പരീക്ഷണത്തിനാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഐസക്കിന് മരിക്കാൻ പേടിയുണ്ടോ? മരിക്കാൻ പേടിയുണ്ട് സാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഈ ഭൂമി ജനിച്ചു. ഞാനും മരിക്കും, ഐസക്കും മരിക്കും. അതെന്നായാലും മരിക്കും. അപ്പൊ പിന്നെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? അതില്ല, എന്നായാലും മരിക്കുമല്ലോ. അപ്പൊ മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി മരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ പിന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? അതെ സാർ, മരണത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെ, മരണത്തിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ ഇനി ഐസക്ക് ജീവനോട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പറഞ്ഞ് കാൾട്ടൺ ഡ്രേക്ക് ആ നീല സിംബിയോട്ടിനെ തുറന്നു വിടുവാണ്. ഐസക്കിനാകെ പേടിയായി. അയാൾ ചില്ലിലടിച്ചിട്ട് തന്നെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ കാൾട്ടൺ ഡ്രേക്ക് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇയാൾ ഇപ്പൊ ചത്താലും ജീവിച്ചാലും ആരും ചോദിക്കാൻ വരില്ല. ആ നീല സിംബിയോട്ട് എഴഞ്ഞെഴിഞ്ഞു വന്ന് ഐസക്കിന്റെ മേലേക്ക് കയറി പോവുകയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഐസക്കിന് സമാധാനമായി, കാൾട്ടൺ ഡ്രേക്കിന് സമാധാനമായി. അങ്ങനെ സിംബിയോട്ടിന് മനുഷ്യന്റെ മേൽ പറ്റിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഐസക് ആകെ വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. അവന്റെ ബോഡിയിലെ ഓരോ എല്ലുകളും ഒടിഞ്ഞു നുറുങ്ങുന്നത് പോലെ തോന്നി. ഐസക് താഴെ വീണ് പൊളഞ്ഞു മരിക്കുവാണ്. പെട്ടെന്ന് അവന്റെ ഉള്ളിലെ ആ നീല സിംബിയോട്ട് അവന്റെ വായിലൂടെ പുറത്തേക്ക് വരുവാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഐസക്കിന്റെ ബോഡി ഈ സിംബിയോട്ടിന് പറ്റിയതായിരുന്നില്ല. അതുകൊണ്ട് ഈ സിംബിയോട്ട് ഐസക്കിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പാവം ഐസക് മരിച്ചുപോയി. പക്ഷെ ഇതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ കണ്ട് മനസ്സ് വേദനിക്കുന്ന ഡോക്ടർ ഡോർ അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കാൾട്ടൺ ഡ്രേക്ക് ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അടുത്ത ദിവസം എഡ്ഡി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സാധാരണ പോലുള്ള കടയിലേക്ക് വരുവാണ്. പക്ഷെ അവിടെ വഴിയിൽ എഡ്ഡിക്ക് പത്രം കൊടുക്കാൻ വേണ്ടി ഇരിക്കാറുള്ള ആ വീടില്ലാത്ത സ്ത്രീ അവിടെ കാണാനില്ല. ആദ്യമായിട്ടാണ് എഡ്ഡി ആ സ്ത്രീ അവിടെ കാണാതിരിക്കുന്നത്. എന്തായാലും എഡ്ഡി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് കയറുവാണ്. അപ്പോഴാണ് എഡ്ഡി തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഫോളോ ചെയ്യുന്ന ആള് എഡ്ഡിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഹേയ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന കാര്യം എനിക്ക് നേരത്തെ മനസ്സിലായി. ഇത് എവിടെ വരെ പോകുന്നു നോക്കിയതാ. സത്യം പറ, എന്നെ കൊല്ലാമെന്നാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് ഡോക്ടർ ഡോറയായിരുന്നു. എഡ്ഡി, ഞാൻ ഡോക്ടർ ഡോറസ്കർ. ഞാൻ ലൈഫ് ഫൗണ്ടേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ലൈഫ് ഫൗണ്ടേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? എന്നാ പെട്ടെന്ന് എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ. എനിക്ക് ആ പേര് കേൾക്കുന്നതേ കലിയ. എഡ്ഡി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ അന്ന് ലൈഫ് ഫൗണ്ടേഷനിൽ വന്നപ്പോ കാൾട്ടൺ ഡ്രേക്കിനെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതൊക്കെ ശരിയാണ്. അയാൾ പാവപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് മനസ്സിലാവാത്ത കുറെ എഗ്രിമെന്റിൽ ഒപ്പിടിച്ച് അവരെ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും മനസ്സിലാവാത്ത പോലെ അവരൊക്കെ ഓരോ പരീക്ഷണങ്ങൾക്ക് വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കിത് തടയണ്ടേ? ഇതിങ്ങനെ നടക്കുന്നത് ശരിയാണോ? അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യമൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? യെസ് എഡി, ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിത് എന്നും കാണുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതിനെതിരെ തെളിവുകളുണ്ടോ? തെളിവുകളുണ്ട്. വേണമെങ്കിൽ ഇനിയും തെളിവുകൾ ഉണ്ടാക്കാം. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ വലിയ ആപത്തിലാണ്. കാൾട്ടൺ ഡ്രേക്ക് ഭയങ്കര അപകടകാരിയാണ്. പക്ഷെ അയാളെ എങ്ങനെയെങ്കിലും തടയണം എഡി. നോക്കൂ ഡോക്ടർ ഡോറ, എനിക്ക് മതിയായി. എനിക്ക് നല്ലവനായി. ആൾക്കാരെയൊക്കെ രക്ഷിച്ച് നടന്ന് മതിയായി. അതിനിപ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു വട്ടം കാൾട്ടൺ ഡ്രേക്കിനെതിരെ നിൽക്കാൻ നോക്കിയതാ. എനിക്ക് എന്റെ ജോലി പോയി. ഞാൻ കല്യാണം കഴിക്കാനിരുന്ന എന്റെ പെണ്ണ് എന്നെ വിട്ടു പോയി. അവളിപ്പോ എന്നെ വിളിക്കാറ് പോലുമില്ല. എന്റെ കയ്യിൽ ഇപ്പൊ നയാ പൈസ പോലും എടുക്കാനില്ല. എന്റെ റൂമിൽ നിന്ന് എപ്പോ ഇറക്കി വിടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആകെ മൊത്തത്തിൽ എന്റെ ലൈഫ് മൂഞ്ചിപ്പോയി. ഓക്കെ ആ കാൾട്ടൺ ഡ്രേക്ക് കാരണം എനിക്ക് അയാളോട് ദേഷ്യമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അയാളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്റെ ജീവിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്നേക്കാൾ നല്ല ആരെങ്കിലും തേടി കണ്ടുപിടിക്കും. അവൻ നിങ്ങൾ എന്തായാലും സഹായിക്കും. അപ്പോ എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ജീവിച്ച് പൊക്കോട്ടെ. എഡി നേരെ പോകുന്നത് ആനിയുടെ വീട്ടിലേക്കാണ്. അപ്പോഴാണ് ആനി അവിടെ ഒരു കാറി വന്നിറങ്ങുന്നത്. ഏയ് ആനി, കുറച്ച് നാളായാലോ കണ്ടിട്ട്. എഡി, നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ ഈ വഴി
പോയപ്പോ നിന്നെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് എഡ്ഡി ആ സത്യം മനസ്സിലാക്കുന്നത്. ആ കാറിന്റെ ഉള്ളിൽ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, മിസ്റ്റർ ഡാൻ. ഡാൻ ഒരു ഡോക്ടറാണ്, മാത്രമല്ല നമ്മുടെ ആനിയുടെ പുതിയ ബോയ് ഫ്രണ്ട് ആണ് ഡാൻ. അവർ കിസ് ചെയ്യുന്നു. ഇത് കണ്ട് എഡ്ഡി ആകെ തകർന്നു പോയി. ഹേയ്, നിങ്ങൾ എഡ്ഡി അല്ലേ? എഡ്ഡി ബ്രോ, ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണ്. ഡാൻ എന്തിനാ എഡ്ഡിയുടെ ഫാൻ ആവുന്നത്? അല്ല, എഡ്ഡി എന്തൊക്കെ ന്യൂസ് ആണ് നമുക്ക് വേണ്ടി എത്തിക്കാറ്? ഞാൻ എന്നും എഡ്ഡിയുടെ ന്യൂസ് കാണാറുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ എഡ്ഡി ആയിട്ട് പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഡ്ഡിയുടെ ഫാനാന്ന് പറഞ്ഞത്. ഓക്കെ ഡാൻ, ഞാൻ വരാം, നീ ഉള്ളിലേക്ക് പോക്കോ. ഓ, അപ്പൊ കാര്യങ്ങൾ അതുവരെ ആയല്ലേ? ഏതോരത്തിന് നീ വീട്ടിൽ കയറ്റാൻ തുടങ്ങിയോ? അല്ല എഡ്ഡി, ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? അല്ലെങ്കിൽ ഞാനതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നത്? ആനി, അവിടെ മുകളിലിരിക്കുന്ന പൂച്ചയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിനക്ക് എന്നെ മിസ് ചെയ്യുന്നില്ലേ? ഞാൻ എന്തിനാ എഡ്ഡി നിന്നെ മിസ് ചെയ്യുന്നത്? അത് മാത്രമല്ല, അതൊരു പൂച്ചയാണ്, അതിനങ്ങനെ മിസ് ചെയ്യാനൊന്നും അറിയില്ല. ഇനി അതും പറഞ്ഞ് ഉള്ളിലേക്ക് വരണ്ട. ആനി നിക്ക്, ഡാൻ ഒരു വക്കീലാണോ ഡോക്ടറാണോ? ഓ, ഡാൻ ഒരു ഡോക്ടറാണ്. അപ്പോഴേക്കും അതൊക്കെ കണ്ടുപിടിച്ചോ? അല്ല, അവനെ കണ്ടിട്ട് ഒരു പണക്കാരനാണെന്ന് തോന്നി. ആനി ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ പിരിഞ്ഞിട്ട് കുറച്ച് നാളല്ലായിട്ടുള്ളൂ, അതിനുള്ളിൽ നീ പുതിയൊരാളെ കണ്ടുപിടിച്ചോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാ ഗേൾസ് ഇതുപോലെയാണോ? എങ്ങനെയെല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുന്നത്? എഡി, ഞാൻ മറന്നതല്ല. ഇപ്പൊ നമുക്ക് സംഭവിച്ചിരിക്കുന്നതിന് കാരണം കാൾട്ടൺ ഡ്രേക്ക് അല്ല, ലൈഫ് ഫൗണ്ടേഷൻ അല്ല, നിന്റെ ന്യൂസ് ചാനലും അല്ല. അതിനൊക്കെ കാരണം നീയാണ് എഡി. നീ എന്നോട് ചെയ്ത തെറ്റാണ് ഇതിനൊക്കെ കാരണം. ഇനി ഇവിടെ നിന്ന് സമയം കളയേണ്ട എഡി, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞ ആനി ഉള്ളിലേക്ക് കയറി പോവുകയാണ്. എഡിക്ക് ആകെ വിഷമമായി. ആനി അവന് ഊരിക്കൊടുത്ത എൻഗേജ്മെന്റ് റിംഗ് കൈ പിടിച്ച് എഡി ഇങ്ങനെ ആലോചിക്കുവാണ്. തനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇതിന് കാരണം കാൾട്ടൺ ഡ്രേക്ക് ആണ്. എന്തായാലും എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ ഡോക്ടർ ഡോറയുടെ കൂടെ ചേർന്ന് കാൾട്ടൺ ഡ്രേക്കിനെ തകർത്തേ പറ്റൂ. എഡി നേരെ ഡോക്ടർ ഡോറയെ കോൾ ചെയ്ത് അവൻ റെഡിയാണെന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ ഡോറ എഡിയെ കൊണ്ട് ലൈഫ് ഫൗണ്ടേഷന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവരവിടെ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഈസി ആയിട്ട് കയറി ചെല്ലാൻ പറ്റും. ഡോക്ടർ ഡോറ ഉണ്ടായ കാര്യങ്ങളൊക്കെ എഡിയുടെ അടുത്ത് പറയുന്നു. എഡി, നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ സത്യമാണ്. നമ്മളുടെ ഭൂമി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത പോലെ ആവാനായിട്ട് ഇനി അധികം കാലമൊന്നുമില്ല. അതുകൊണ്ട് കാൾട്ടൺ ഡ്രേക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? മനുഷ്യർക്ക് എങ്ങനെ പുറത്തു പോയി ജീവിക്കാമെന്ന് നോക്കുവാണ്. ബഹിരാകാശത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ ഇവിടെയൊക്കെ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും. ഇതാണ് കാൾട്ടൺ ഡ്രേക്ക് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു റോക്കറ്റ് അയച്ചിരുന്നു. അത് തിരിച്ചു വന്ന വഴിക്ക് അവരൊരു ഉൽക്ക കണ്ടുപിടിച്ചു. ആ ഉൽക്കയുടെ ഉള്ളില് ജീവനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? ജീവനുള്ള സാധനങ്ങളെ ബഹിരാകാശത്ത് നിന്ന് കണ്ടെത്തി കൊണ്ടുവന്നോ? യു മീൻ ഏലിയൻസിനെ പോലെ, നമ്മുടെ കൃഷി മൂവി കാണുന്ന ജാദുവിനെ പോലെയൊക്കെയാണോ? ആക്ച്വലി അതുപോലെയൊന്നുമല്ല, ഇത് ജെല്ലി പോലെ ഇരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇതിനെ സിംബിയോട്ട് എന്നാണ് വിളിക്കുക. ഓ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇതൊന്നും മനസ്സിലാക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിച്ചാൽ മതി. പെട്ടെന്നാണ് അവിടേക്ക് സെക്യൂരിറ്റി ഗാർഡ് വരുന്നത്. ഡോക്ടർ ഡോറ പെട്ടെന്ന് എഡിയെ മാറ്റി നിർത്തുവാണ്. എന്നിട്ട് നേരെ ഉള്ളിലേക്ക് പൊക്കോളം പറയുന്നു. സെക്യൂരിറ്റിക്ക് സംശയം തോന്നി. ഡോക്ടർ ഡോറ, എന്താ ഈ സമയത്ത് ഇവിടെ പരിപാടി? ജോലി കഴിഞ്ഞില്ലേ? അത് പിന്നെ ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. ഞാൻ എപ്പോ വേണമെങ്കിലും ജോലി ചെയ്യാൻ റെഡിയാ. എന്നുടെ ലൈഫ്ക്ക്, എന്നുയർ ലൈഫ്ക്ക് ഇത് സത്യവും സത്യവും സത്യവും. അങ്ങനെ പറ. നിങ്ങളെ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവിടെ വേണ്ടത്. പെട്ടെന്ന് പൊക്കോളൂ, ഞാൻ പോയി ഗേറ്റിന് കാവൽ നിൽക്കട്ടെ. എഡി നേരെ കയറി ചെല്ലുന്നത് ലൈഫ് ഫൗണ്ടേഷന്റെ ലാബിലേക്കാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോ ഓൾറെഡി ഒരു സിംബിയോട്ട് അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അതായത് ആ സിംബിയോട്ടിന് ജീവിക്കാനായിട്ട് പറ്റിയ ഹോസ്റ്റിന്റെ ശരീരമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ആ സിംബിയോട്ട് നശിച്ചു പോയത്. അങ്ങനെ എഡി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ കൂടെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് എഡിയെ കാഴ്ച കാണുന്നത്. അവൻ വഴി കാണാറുള്ള ആ വീടൊന്നും ഇല്ലാത്ത സ്ത്രീ, അതായത് മരിയ, അവരെ വഴി വെച്ച് കാണാനില്ലായിരുന്നു. ആക്ച്വലി മരിയെ പരീക്ഷണത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുവാണ്. എഡിയെ കണ്ടതും മരിയ അവനോട് തന്നെ രക്ഷിക്കാൻ പറഞ്ഞ് കരയാൻ തുടങ്ങി. എഡി പെട്ടെന്ന് അവിടെയുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറഞ്ഞ തീ കെടുത്തുന്ന സാധനം എടുത്ത് ആ ചില്ലടിച്ച് പൊട്ടിക്കുവാണ്. പക്ഷെ പെട്ടെന്ന് മരിയെ വിചാരിക്കാത്ത പോലെ ചെയ്യാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് എഡിയുടെ മേലേക്ക് ചാടി വീണ് അവൻ ആക്രമിക്കാൻ തുടങ്ങി. മരിയ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എഡിക്ക് മനസ്സിലായില്ല. എഡി തന്നെ വിടാൻ മരിയോട് പറയുന്നുണ്ട്. പക്ഷെ മരിയ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മരിയയുടെ ഉള്ളിൽ ഓൾറെഡി ഒരു സിംബിയോട്ട് ഉണ്ടായിരുന്നു. ആ സിംബിയോട്ടാണ് മരിയയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. പെട്ടെന്ന് മരിയയുടെ ബോഡിയിൽ നിന്ന് എന്തോ ഒരു കറുത്ത സാധനം എഡിയുടെ മേലേക്ക് കയറി പോവാണ്. പെട്ടെന്ന് മരിയ മരിച്ചു വീഴുന്നു. അവൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ ഉള്ളിലുള്ള സിംബിയോട്ട് കാരണമാണ് അവൾ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ സിംബിയോട്ട് എഡിയുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടി. അവിടെയൊക്കെ അലാറം മുഴങ്ങാൻ തുടങ്ങി. ലൈഫ് ഫൗണ്ടേഷനിലെ ആളുകൾ ജീപ്പും തോക്കും ഒക്കെ എടുത്ത് അവന്റെ പിന്നാലെ വെച്ച് പിടിച്ചു. ഒരു കാട് പിടിച്ച പ്രദേശത്തുകൂടിയാണ് എഡി ഇങ്ങനെ ഓടുന്നത്. പക്ഷെ ഇപ്പൊ എഡി പഴയ പോലെയല്ല. അവന് കുറെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവന് നല്ല സ്പീഡിൽ ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ട്. വെടിയൊന്നും കൊള്ളാതെ അവൻ നേരെ ഓടി. മുന്നിൽ വീണ് കിടക്കുന്ന ഒരു മരമൊക്കെ അടിച്ച് തെറിപ്പിച്ചാണ് എഡി ഓടുന്നത്. അതായത് എഡിക്ക് അത്രയും പവർ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളി കയറിയിരിക്കുന്ന ആ സിംബിയോട്ട് കാരണമാണ്. പെട്ടെന്ന് അവന്റെ ചുറ്റും ലൈഫ് ഫൗണ്ടേഷന്റെ ആളുകൾ വളയാൻ തുടങ്ങി. പക്ഷെ അവർ വന്ന് നോക്കിയപ്പോ എഡി അവിടെ കാണാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ എഡി നിമിഷ നേരം കൊണ്ട് ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് അള്ളി പിടിച്ച് കയറിയിരിക്കുവാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത് എഡിക്ക് പോലും മനസ്സിലായില്ല. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ് എഡി നേരെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. വന്നു കഴിഞ്ഞപ്പോ അവനാകെ തലവേദന പോലെ തോന്നാൻ തുടങ്ങി. അത് മാത്രമല്ല ഒടുക്കാത്ത ദാഹവും വിശപ്പും. അവൻ ആദ്യം കുറെ വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഡോക്ടർ ഡോറയെ വിളിച്ച് അവള് സേഫ് ആണോ? ഞാനിവിടെ സേഫ് ആണ്. എന്റെ കയ്യിൽ കുറെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് എഡിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും എഡി എടുത്ത് കഴിച്ചു. എന്നിട്ടും വിശപ്പ് അടങ്ങുന്നില്ല. അവൻ നേരെ പോയി തലേ ദിവസം കഴിച്ച് വേസ്റ്റ് ആക്കിയിട്ടിരിക്കുന്ന കോഴി വരെ എടുത്ത് തിന്നുവാണ്. കേടായ കോഴിയുടെ മണം അടിച്ചപ്പോ അവന് ഛർദ്ദിക്കാൻ തോന്നി. എഡി നേരെ പോയി വാള് വെച്ചു. തനിക്കിത് എന്താ സംഭവിക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലായില്ല. അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്ത് കണ്ണാടിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ അവനാകെ ഞെട്ടിപ്പോയി. അവന്റെ മുഖത്ത് ഏതോ വിചിത്ര ജീവിയുടെ മുഖമാണ് എഡിക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഭീകര രൂപം. എഡി പെട്ടെന്ന് പേടിച്ച് പിന്നിലേക്ക് വീഴുവാണ്. അവിടെ പിന്നി ചെന്ന് തലയിടിച്ച് കുറച്ചു നേരത്തേക്ക് അവന്റെ ബോധം പോയി. ഈ സമയത്ത് ലൈഫ് ഫൗണ്ടേഷനിൽ
കാൾട്ടൺ റോയ്ക്ക് ആകെ ദേഷ്യത്തിലാണ്. ഉണ്ടായിരുന്ന ഒരു സിംബിയോട്ട് ഓൾറെഡി ഹോസ്റ്റിനെ കിട്ടാതെ മരിച്ചുപോയി. ഒരെണ്ണമാണെങ്കിൽ റോക്കറ്റ് വന്ന് വീണ അന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് കാണാതെയായി. മൂന്നാമത്തെയാണെങ്കിൽ ഇപ്പൊ ലാബിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതായത് എഡ്ഡി കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ള ഒരെണ്ണം ഒരു പാവത്തിന്റെ മേൽ കയറ്റി വിട്ടിട്ടുണ്ട്. തൽക്കാലം അവന് പ്രശ്നമൊന്നുമില്ല. ആ പോയ സിംബിയോട്ടിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് കാൾട്ടൺ റേക്ക് പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ എഡ്ഡിക്ക് ബോധം വന്നു. അവൻ ചുറ്റും നോക്കിയപ്പോ അവിടെ ആകെ അലങ്കോലമായി കിടക്കുവാണ്. മാത്രമല്ല എല്ലാ ഫുഡും അവൻ കഴിച്ചു തീർത്തു. താൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് എഡ്ഡിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആ ലാബിൽ പോയി കഴിഞ്ഞപ്പോ തനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എഡ്ഡിക്ക് മനസ്സിലായി. എന്തായാലും ലൈഫ് ഫൗണ്ടേഷനിൽ പോയപ്പോ താനെടുത്ത ഫോട്ടോകളൊക്കെ സേഫ് ആയിട്ട് കയ്യിലില്ലെന്ന് എഡ്ഡി ഒന്നുകൂടെ ചെക്ക് ചെയ്യുവാണ്. ഇതാണ് കാൾട്ടൺ റോയ്ക്കിനെ കൊടുക്കാനുള്ള തെളിവുകൾ. ഈ സമയത്ത് റയോട്ട് കയറിയിരിക്കുന്ന അമ്മൂമ്മ കാലിഫോർണിയയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. കാലിഫോർണിയയിലാണ് ലൈഫ് ഫൗണ്ടേഷൻ. ലൈഫ് ഫൗണ്ടേഷൻ തേടിയാണ് റയോട്ട് ചെന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് ചെല്ലുന്നതെന്ന് വെച്ചാൽ ഈ ലൈഫ് ഫൗണ്ടേഷന്റെ റോക്കറ്റ് ആണ് ബഹിരാകാശത്ത് വെച്ച് റയോട്ടിനെയും ബാക്കി 3 സിംബിയോട്ടുകളെയും കണ്ടുപിടിച്ചത്. ഭൂമി സിംബിയോട്ടുകൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് റയോട്ടിന് മനസ്സിലായി. അപ്പോൾ ലൈഫ് ഫൗണ്ടേഷനിൽ ചെന്ന് അവിടുത്തെ റോക്കറ്റ് കയറി സിംബിയോട്ടുകൾ താമസിക്കുന്ന ക്ലിൻഡാർ ഗ്രഹത്തിലേക്ക് ചെന്ന് അവിടെയുള്ള എല്ലാ സിംബിയോട്ടുകളെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ് റയോട്ടിന്റെ ശരിക്കുള്ള പ്ലാൻ. ഈ സമയത്ത് എഡ്ഡി എത്രയും പെട്ടെന്ന് ആനിയെ കാണണമെന്ന് പറയുവാണ്. ആനിയും ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാനും കൂടി അവിടെ അടുത്ത് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നുണ്ട്. എഡ്ഡി നേരെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് എഡ്ഡിക്ക് വിചിത്രമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. ഈ ശബ്ദം എഡ്ഡിക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. കാരണം ഇത് എഡ്ഡിയുടെ ഉള്ളിലുള്ള സിംബിയോട്ട് എഡ്ഡിയോട് പറയുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല എഡ്ഡിയുടെ ഉള്ളിൽ കയറി കൂടിയിരിക്കുന്ന ഈ സിംബിയോട്ടിന് ഒരു പേരുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. ആ സിംബിയോട്ടിന്റെ പേരാണ് വെനം. എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഇതിപ്പോ ആരാ പറഞ്ഞേ? ഇത് ഞാൻ തന്നെ എഡ്ഡി. നിനക്ക് മനസ്സിലായില്ലേ? ആരാ? എന്താ? എനിക്ക് മനസ്സിലായില്ല. ദൈവമേ, എനിക്ക് വട്ടായ. എഡ്ഡി നേരെ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ റെസ്റ്റോറന്റിലേക്ക് കയറി ചെല്ലുവാണ്. എഡ്ഡി ആകെ പനിച്ചു വിറയ്ക്കുന്നുണ്ട്. അവൻ നേരെ ചെന്ന് ആനിയോട് ചില കാര്യങ്ങൾ പറയുവാണ്. അവൻ ലൈഫ് ഫൗണ്ടേഷനിൽ പോയതും അവിടുന്ന് അവന് തെളിവുകൾ കിട്ടിയതും ഇതൊക്കെ അവൻ ആനിയോട് പറയുന്നു. പക്ഷെ ആനിക്കും ഡാനിനും എഡ്ഡിയെ കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പന്തിയായിട്ട് തോന്നിയില്ല. ആനി എഡ്ഡിയെ തൊട്ടു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ ആകെ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുവാണ്. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് എഡ്ഡി ഒന്നും പറയുന്നുമില്ല. പെട്ടെന്ന് എഡ്ഡിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവൻ ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ കാണിക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള ആൾക്കാരുടെ പാത്രത്തിൽ നിന്നൊക്കെ എഡ്ഡി കൈയിട്ട് വാരി തിന്നാൻ തുടങ്ങി. ഹേയ്, എനിക്കിതൊന്നും വേണ്ട. ഇതൊക്കെ ചത്ത സാധനങ്ങൾ വേവിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാ. എനിക്ക് ജീവനോടെയുള്ള ഫ്രഷ് സാധനങ്ങൾ വേണം. ജീവനുള്ള സാധനങ്ങൾ എവിടെ കിട്ടും? ഇവനെ തിന്നാലോ? നോ, ഇപ്പോഴും വേണ്ട. അത് ഇനിയും വിശക്കുമ്പോ മതി. അങ്ങനെ പറഞ്ഞ എഡ്ഡി നേരെ അവിടെയുള്ള അക്വേറിയത്തിൽ കയറിയിരിക്കുവാണ്. എന്നിട്ട് അതി കിടക്കുന്ന ജീവനുള്ള ഞണ്ടിനെയും കൊഞ്ചിനെയും ഒക്കെ എടുത്ത് പച്ചയ്ക്ക് കടിച്ചു തിന്നാൻ തുടങ്ങി. ഇത് കണ്ട് അവിടെയുള്ളവർ പോലീസിനെ വിളിക്കാൻ പോയി. പക്ഷെ അപ്പോഴാണ് ഡോക്ടറായിട്ടുള്ള ഡാനിന് ഒരു കാര്യം തോന്നുന്നത്. ഒരു പക്ഷെ എഡ്ഡിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും എഡ്ഡി ഇങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ട് ആംബുലൻസ് വിളിക്കാനാണ് ഡോക്ടർ ഡാൻ പറയുന്നത്. അങ്ങനെ എഡ്ഡിയെ കൊണ്ട് ഡാൻ ആശുപത്രിയിലേക്ക് പോയി. അവിടെ വെച്ച് എഡ്ഡിയെ ചില ചെക്കപ്പ് ഒക്കെ ചെയ്യുവാണ്. നേരെ എഡ്ഡിയെ MRI സ്കാൻ ചെയ്യുന്ന ഒരു സാധനത്തിലേക്ക് എടുത്തങ്ങോട്ട് കിടത്തി. എന്നിട്ട് അത് ഓൺ ചെയ്തപ്പോ എഡ്ഡി ആകെ പരിഭ്രാന്തനായി. എഡ്ഡി ആകെ കിടന്ന് വിറയ്ക്കാനും ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഡോക്ടർ ഡാനിന് പേടിയായിട്ട് അയാൾ പെട്ടെന്ന് മെഷീൻ ഓഫ് ചെയ്യുവാണ്. എന്തായാലും എഡ്ഡിക്ക് തൽക്കാലം കുഴപ്പമൊന്നുമില്ലെന്നും വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി, ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് എന്ത് മരുന്ന് കഴിക്കേണ്ടതെന്ന് താൻ പറയാമെന്നൊക്കെ ഡോക്ടർ ഡാൻ എഡ്ഡിയോട് പറയുന്നു. എഡ്ഡി നേരെ വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് ലൈഫ് ഫൗണ്ടേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി സിംബിയോട്ട് നഷ്ടപ്പെടാൻ കാരണം ഡോക്ടർ ഡോറയാണെന്നുള്ള കാര്യം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ കണ്ടുപിടിച്ചു. തന്റെ കാര്യം ഏകദേശം തീരുമാനമായെന്ന് ഡോറയ്ക്ക് അപ്പൊ തന്നെ മനസ്സിലായി. അവിടെ ആകെ ബാക്കിയുണ്ടായിരുന്ന സിംബിയോട്ടിനെ ഒരു പയ്യന്റെ മേൽ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവൻ ആകെ മരിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് അവന്റെ ഉള്ളിലുള്ള സിംബിയോട്ട് അവനെ ഉള്ളിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുവാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് കാൾട്ടൺ റോയ്ക്കിന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ പരീക്ഷണം ചെയ്യാനായിട്ട് നിലവിൽ അവിടെ പുതിയ ആളെയും കൊണ്ടുവന്നിട്ടില്ല. ഒരു ആനയ്ക്ക് തിന്നാനുള്ളത്ര സാധനങ്ങളൊക്കെ ആ പയ്യന് ദിവസവും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ടും അവന്റെ തടി കുറഞ്ഞു വരുവാണ്. അവൻ മരണത്തിന്റെ വക്കിലാണ്. ഇതാണ് കാൾട്ടൺ റോയ്ക്കിന് പിടികിട്ടാത്തത്. പക്ഷെ ലൈഫ് ഫൗണ്ടേഷനിലെ സയന്റിസ്റ്റുകൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. കൂടിയ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം, അതായത് ഒരു 4000 അല്ലെങ്കിൽ 6000 ഹെർട്സ് ഒക്കെ വരുന്ന ശബ്ദം എങ്ങനെയെങ്കിലും പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അത് ഈ സിംബിയോട്ടുകൾക്ക് താങ്ങാൻ പറ്റില്ല. ഈ ഒരു കാര്യം നമ്മൾ സ്പൈഡർമാൻ 3ലും കണ്ടതാണ്. അതിൽ സ്പൈഡർമാൻ ഏറ്റവും അവസാനം വെനത്തിനെ തോൽപ്പിക്കുന്നത് കമ്പികൾ നിലത്ത് കുത്തിവെച്ച് അതിലടിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ്. ഇതുപോലെ തന്നെ MRI സ്കാനിൽ കിടന്ന സമയത്ത് എഡ്ഡി പരിഭ്രാന്തനാവാൻ കാരണം ആ MRI സ്കാനിൽ നിന്ന് വരുന്ന കൂടിയ ഫ്രീക്വൻസി അവന്റെ ഉള്ളിലുള്ള സിംബിയോട്ടായിട്ടുള്ള വെനത്തിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ സയന്റിസ്റ്റുകൾ ഈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം കേൾപ്പിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന പയ്യനും മരിക്കാൻ പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. കാരണം അവന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന സിംബിയോട്ടിന് ആ ശബ്ദം താങ്ങാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഡോക്ടർ ഡോറയെ സെക്യൂരിറ്റി ഗാർഡ്സ് പിടിച്ചു കൊണ്ടുവന്ന് കാൾട്ടൺ റോയ്ക്കിനെ ഏൽപ്പിക്കുന്നത്. ഡോറ സോറി പറയുന്നുണ്ട്. പക്ഷെ ഇനി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ എഡ്ഡി എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ പെട്ടെന്ന് ആ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. ദേ ആ സൗണ്ട് പിന്നെയും. ഐ എം സോറി, നിങ്ങൾക്കാർക്കും ഈ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ച് ഞാൻ പ്രശ്നക്കാരനൊന്നുമല്ല. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം, നിങ്ങൾ പേടിക്കണ്ട. എഡ്ഡി നേരെ റൂമിൽ പോയി അവിടെയുള്ള എല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആനിയും ഡാനും കൂടി എഡ്ഡിയെ കോൾ ചെയ്യുന്നത്. ഹായ് എഡ്ഡി, നിന്റെ ടെസ്റ്റ് റിസൾട്ട് നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി. നിന്റെ ശരീരത്തിൽ എന്തോ ഒരു പാരസൈറ്റ് കടന്നുകൂടിയിട്ടുണ്ട്. എന്തോ ഒരു ജീവി. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പനിയും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. യെസ് ആനി, എനിക്ക് പൊട്ടും വയ്യ. ഞാൻ ഓരോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ലൈഫ് ഫൗണ്ടേഷനിൽ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോ എന്റെ സ്പീഡ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ കുറച്ച് സെക്കൻഡ് കൊണ്ട്
ഒരു മരത്തിന്റെ മേലേക്ക് ഓടിക്കയറി. അതെ അതെ, ഞങ്ങൾ പെട്ടെന്ന് മരത്തിന്റെ മുകളിലേക്ക് പിടിച്ച് ഓടിക്കയറി. ദേ ആ സൗണ്ട് പിന്നെയും കേൾക്കുന്നുണ്ട്. എഡി, നിന്റെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന ആ ജീവി കാരണം നിന്റെ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളൊക്കെ തെറ്റിയിരിക്കുവാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ കുറച്ച് മരുന്നൊക്കെ തരാം. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ജീവി എങ്ങനെയെങ്കിലും പുറത്തു പോക്കോളും. അവനോട് നടക്കുന്ന വല്ല കാര്യം പറയാൻ പറയട്ടി. എന്നെ പുറത്തു ചാടിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല, അവന്റെ അപ്പനെ കൊണ്ടും പറ്റില്ല. ദേ, നീ ഇതൊന്നും നിർത്തുന്നുണ്ടോ? എഡി, ഞങ്ങൾ നിന്നെ സഹായിക്കാനെ വിളിച്ച് നീ എന്തെങ്ങനെ പറയുന്നത്? അയ്യോ, ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്. എന്റെ തലയുടെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഒരുമാതിരി ലാലിന്റെ സൗണ്ട്. എന്റെ സൗണ്ട് ലാലിന്റെ സൗണ്ട് അല്ല ഏട്ടി. ലാലിന്റെ സൗണ്ട് ആയിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ല. അത് മാത്രമല്ല, ഞാൻ ജംഗ്ലി റമ്മിയും കളിക്കാറില്ല. ആനി, ഡാനോട് താങ്ക് യു പറയണം. താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം. പെട്ടെന്ന് അപ്പുറത്ത് റൂമിലുള്ളവൻ വീണ്ടും നല്ല സൗണ്ടിൽ പാട്ട് വയ്ക്കാൻ തുടങ്ങി. എഡിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നു. ഇത് കൂടിയ സൗണ്ട് ആയതുകൊണ്ട് വെനത്തിനും ദേഷ്യം വരാൻ തുടങ്ങി. എഡി നേരെ പോയി അവന്റെ വാതിലിൽ മുട്ടുവാണ്. എന്താണ് നിനക്ക് വേണ്ടത്? അതെ, എനിക്കിപ്പോ വയ്യ. താൻ ആ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരം. ഒന്ന് പോയടാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സൗണ്ടിൽ പാട്ട് വയ്ക്കും. വേണമെങ്കിൽ ഇനിയും സൗണ്ടിൽ വയ്ക്കും. നീ എന്ത് ചെയ്യും? മച്ചാനെ, നിനക്ക് വയ്യെന്ന് നേരത്തെ പറയണ്ടേ? ഇപ്പൊ സൗണ്ടാണോ പ്രശ്നം? ഇനി ഇവിടുന്ന് ഒരു സൗണ്ട് പോലും കേൾക്കില്ല. സ്പീക്കർ ഞാൻ അടിച്ചു പൊട്ടിച്ചോളാം. അപ്പൊ ശരി, പിന്നെ കാണാം. താങ്ക് യു. ഇനി ഞാൻ എങ്ങനെയായിരിക്കില്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എഡി പോയി. അപ്പുറത്തെ റൂമിലുള്ളവൻ മൊത്തത്തിൽ പേടിച്ച് വരണ്ടു പോയി. കാരണം എഡിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന വെനത്തിന്റെ രൂപം അത്രയ്ക്ക് ഭയാനകമായിരുന്നു. സീൻ ചേഞ്ച് ആവുന്നു. ലൈഫ് ഫൗണ്ടേഷൻ ആണ് കാണിക്കുന്നത്. അവിടെ ഡോക്ടർ ഡോറയെ നിർത്തി കാൾട്ടൺ ഡ്രേക്ക് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡോറ, നിനക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നു? പൈസക്ക് പൈസ, ജോലിക്ക് ജോലി. ഇവിടുത്തെ ബെസ്റ്റ് സയന്റിസ്റ്റ് ആണ് നീ, അതും ലൈഫ് ഫൗണ്ടേഷനിലെ സയന്റിസ്റ്റ്. അതിന്റെ വില ഒന്ന് വേറെ തന്നെയാ. പിന്നെ എന്തിനാണ് നീ എന്നെ ചതിച്ചത്? സാർ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും ശരിയല്ല. ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പാവപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ കൊല്ലുക എന്ന് പറയുന്നത് ഇതെങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും സാർ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അത്ര ക്രൂരനായിട്ടുള്ള ആളൊന്നുമല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എനിക്കുണ്ട് പ്രശ്നങ്ങൾ. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നണമെന്നില്ല. ഉദാഹരണത്തിന്, ഞാൻ എന്നും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോപ്പ് എന്റെ കയ്യിൽ നിന്ന് വഴുക്കി താഴെ പോകും. അത് മാത്രമല്ല, പേസ്റ്റ് ഇല്ലാതെ പല്ല് തേച്ചാൽ ആരും എന്നെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഐ ഡോണ്ട് നോ ബട്ട് വൈ. ഇങ്ങനെ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നിനക്കറിയോ ഡോറ, ഒരുപാട് കാലം മുമ്പ് ഒരു 18ാമത്തെ വയസ്സിൽ സ്വന്തം കിഡ്നി വിറ്റ് ഐഫോൺ വാങ്ങിയപ്പോ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എത്തി. അങ്ങനെയുള്ള ലൈഫ് ഫൗണ്ടേഷനെ നീ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കണം. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. അന്ന് നിന്റെ കൂടെ ഇവിടേക്ക് കയറി വന്നത് ആരായിരുന്നു? ആരാണ് നിന്റെ ആ ഫ്രണ്ട്? എന്തായാലും ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്ന സിംബിയോട്ട് അവന്റെ മേലാണുള്ളത്. അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ ഡോറ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ആ സിംബിയോട്ട് അവനെ കൊല്ലും. അത് നിനക്കും അറിയാം. അതിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ അവൻ ഇവിടെ കൊണ്ടുവരണം. നീ ആലോചിച്ച് നോക്ക്, ഞാൻ പറയുന്നത് ശരിയല്ല. ഇപ്പോ മരിക്കുകയാണെങ്കിൽ അതിന് നീയും കൂടി ഒരു കാരണക്കാരിയാണ്. ഇനി പറ, അതാരായിരുന്നു? നോക്ക്, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കാം. ഇനി തൊട്ട് ലൈഫ് ഫൗണ്ടേഷൻ നല്ല രീതിയിൽ മാത്രമാണ് പുതിയ പരീക്ഷണങ്ങൾ ചെയ്യും. പാവങ്ങളെ ഒന്നും പിടിച്ചു കൊല്ലില്ല. ഓക്കെ സാർ, ഞാൻ പറയാം. അത് എഡി ബ്രോക്ക് ആയിരുന്നു. ഓ, എഡി ആയിരുന്നു അല്ലേ? അപ്പൊ ശരി, ഗുഡ് ബൈ ഡോറ ബുജി. ഡോറ ബുദ്ധിജീവിയായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി. നിനക്ക് ഇങ്ങനെ പറ്റുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ ഡോറയെ അവിടെ ഇട്ട് പൂട്ടി കാൾട്ടൺ ഡ്രേക്ക് ഒരു സിംബിയോട്ടിനെ ഇറക്കി വിടുവാണ്. അങ്ങനെ ഡോറയുടെ പ്രയാണത്തിന് ഒരു തീരുമാനമായി. ഈ സമയത്ത് എഡി വീണ്ടും വീണ്ടും ഓരോ സാധനങ്ങൾ എടുത്ത് തിന്നുകൊണ്ടേയിരിക്കുവാണ്. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. എഡി, നീ പോയി വാതിൽ തുറന്നാൽ നീ അപകടത്തിലാവും. വാതിൽ തുറക്കരുത്. എഡി നേരെ പോയി വാതിൽ തുറന്നു. പെട്ടെന്ന് കാൾട്ടൺ ഡ്രേക്കിന്റെ ആളുകൾ എഡിയെ കടന്നു പിടിച്ച് ആക്രമിക്കുവാണ്. അവരെല്ലാവരും എഡിയുടെ നേരേക്ക് തോക്ക് ചൂണ്ടി. എഡി പേടിച്ച് ഹാൻഡ്സ് അപ്പ് ചെയ്ത് നിൽക്കുവാണ്. നീ എന്തിനാ എഡി കൈ പൊക്കി പിടിച്ച് നിൽക്കുന്നേ? അത് വെടിവെക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ കൈ പൊക്കി പിടിച്ച് ഹാൻഡ്സ് അപ്പ് ആയി നിൽക്കണം, ഇല്ലെങ്കിൽ അവർ വെടിവെക്കും. എന്നാ അതൊന്ന് കാണണമല്ലോ. എനിക്ക് കൈ പൊക്കി നിൽക്കാൻ ഇഷ്ടമല്ല. കൈ താഴ്ത്ത്. നീ എന്നെ കൊലക്കി കൊടുക്കൂടെ? കൈ പൊക്കി നിൽക്കാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കൈ പൊക്കുന്നത് ഇഷ്ടമല്ല. കൈ താഴ്ത്ത്. ഇവൻ എന്റെ പുക കണ്ടേ പോവൂ. എന്താടാ കളിക്കുന്നത്? കാൾട്ടൺ ഡ്രേക്കിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സിംബിയോട്ടിന് ഇപ്പൊ ഇവിടെ വെക്കണം, ഇല്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല. എടുക്കെടുക്ക്, സിംബിയോട്ടിനെ എടുക്ക്. അതിന് ചോദിക്കുമ്പോ എടുത്തു തരാനായിട്ട് ഇത് 1 കിലോ ഗോതമ്പൊന്നും അല്ലല്ലോ. ഞാൻ എന്ത് എവിടുന്ന് എടുത്തിട്ട് തരാനാ? സ്വന്തം എന്ന് പറയാനായിട്ട് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങി നിന്നാ ഞാൻ ഇത് അഴിച്ചു തരാം. പെട്ടെന്ന് വന്നവന്മാർക്ക് ദേഷ്യം വന്നിട്ട് അവർ എഡിയെ ഷോക്ക് അടിപ്പിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വെനത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നു. വെനം എഡിയുടെ കൈയും കാലും വെച്ച് വെനത്തിന്റെ സ്പെഷ്യൽ പവറുകൾ ഉപയോഗിച്ച് വന്നവരോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. What is that? Not what. Shit. നിമിഷ നേരം കൊണ്ട് എഡി എല്ലാവരെയും പഞ്ഞിക്കിട്ടു. താൻ തന്നെയാണോ ഈ ഫൈറ്റ് ചെയ്യുന്നതെന്ന് എഡിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എഡി രക്ഷപ്പെടാനും ഫൈറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആവശ്യമുള്ളപ്പോഴൊക്കെ വെനം പുറത്തേക്ക് വന്ന് സ്പെഷ്യൽ പവറുകൾ എടുത്ത് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ തലയ്ക്കൽ ചന്തു, ഈ വീണ് കിടക്കുന്നവന്മാരുടെ തല കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ല. മനുഷ്യന്മാരുടെ തല കാണുമ്പോ നിനക്കെന്തിനാ കൊതിയാവുന്നത്? എഡി, എനിക്ക് ആൾക്കാരുടെ തല കടിച്ചു പറിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു തലയുടെ രസം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തലക്കറി വെക്കുന്ന പോലെ ഈസി അല്ല തല കഴിക്കുന്നത്. ഒരു തലശ്ശേരി ബിരിയാണിയേക്കാളും രസം ഉണ്ടാവും. ഇവന്മാർ
അവന്മാരുടെ തല കടിച്ചു പറിച്ച് കഴിക്കാൻ. ഇതൊക്കെ കേട്ട് വാൾ വയ്ക്കാൻ വന്ന എഡ്ഡി നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. പക്ഷെ അപ്പോഴേക്കും വേറെ ആൾക്കാർ അവനെ വെടിവെക്കാൻ വേണ്ടി വരുന്നു. വെനം പെട്ടെന്ന് എഡ്ഡിയെ കൊണ്ട് ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് ചാടി. എന്നിട്ട് ഒരു കമ്പിയിൽ പിടിച്ച് തൂങ്ങിയാടി നേരെ വേറൊരു റൂമിലേക്ക് ചെന്ന് കയറുവാണ്. അവിടെയുള്ളവര് എഡ്ഡി വന്ന് വീഴുന്ന കണ്ട് പേടിച്ചു പോയി. പെട്ടെന്ന് എഡ്ഡിയുടെ നേരേക്ക് കുറെ ബുള്ളറ്റുകൾ വരാൻ തുടങ്ങി. വെനം അതൊക്കെ അവന്റെ പവർ ഉപയോഗിച്ച് തടയുന്നുണ്ട്. ഈ സമയത്ത് കാൾട്ടൺ ഡ്രേക്കിന്റെ ആളുകൾ എഡ്ഡിയെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങോട്ട് വിളിച്ചറിയിക്കുവാണ്. മാത്രമല്ല സ്പെഷ്യൽ ഡ്രോൺ ക്യാമറകൾ വഴി എഡ്ഡിയെ കാൾട്ടൺ ഡ്രേക്കിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എഡ്ഡിയെയും വെനത്തിനെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ കാൾട്ടൺ ഡ്രേക്കിന് ഒരു കാര്യം മനസ്സിലായി. എഡ്ഡിയുടെ മേൽ കയറിയിരിക്കുന്ന സിംബിയോട്ടിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ ഹോസ്റ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്, അതായത് എഡ്ഡിയുടെ ബോഡി. അതുകൊണ്ടാണ് എഡ്ഡി ഇപ്പോഴും മരിക്കാത്തത്. എന്തായാലും കാൾട്ടൺ ഡ്രേക്ക് എഡ്ഡിയെ വിടാതെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. എഡ്ഡി ഒരു വഴിയിലേക്ക് ഓടിക്കയറി ഒരു കാറിന്റെ ചില്ലിലേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത്. അവിടെ കാണുന്നത് അവനെയല്ല, പകരം വെനത്തിനെയാണ്. എഡ്ഡി ആകെ പേടിച്ചു പോയി. എനിക്ക് എന്താ സംഭവിക്കുന്നത്? എനിക്കറിയാം ഇതൊക്കെ എന്റെ തോന്നൽ മാത്രമാണ്, അല്ലാതെ ഇങ്ങനെ ഒരു ജന്തു എന്റെ ഉള്ളിലുണ്ടാവാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് വെനത്തിന് ദേഷ്യം വന്നു. അവൻ എഡ്ഡിയെ ഒരു ചുമരിനോട് ചേർത്ത് നിർത്തുവാണ്. ഇനി നീ എന്നെ ജന്തു എന്ന് വിളിച്ചാ നീ വിവരം അറിയൂ എഡ്ഡി, എനിക്കത് ഇഷ്ടമല്ല. എന്റെ പൊന്ന് ദൈവമേ, എന്നെ എന്തിനെങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്ന ഇങ്ങനത്തെ വിധി ആർക്കും വരുത്തല്ല ദൈവമേ, എനിക്ക് മതിയായി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കാൾട്ടൺ ഡ്രേക്കിന്റെ ഡ്രോണുകൾ കയറി വന്നപ്പോ എഡ്ഡി പേടിച്ച് ബൈക്ക് എടുത്ത് ചീറിപ്പാഞ്ഞു പോവാണ്. പിന്നാലെ കാൾട്ടൺ ഡ്രേക്കിന്റെ ആളുകളും ഉണ്ട്, കുറെ ഡ്രോണുകളും ഉണ്ട്. പെട്ടെന്ന് വെനം ബൈക്കിന്റെ സ്പീഡ് അങ്ങോട്ട് കൂട്ടുവാണ്. ഇപ്പൊ മാക്സിമം സ്പീഡിലാണ് എഡ്ഡി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് നല്ല രീതിക്ക് തന്നെ പേടിയായി. പക്ഷെ വെനം കൂടെ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നാലെ വരുന്ന ഡ്രോണുകളെയും കാറുകളെയും ഒക്കെ വെട്ടിച്ച് വെനത്തിന്റെ സഹായത്തോടെ എഡ്ഡി നേരെ മുന്നിലേക്ക് പോകാൻ തുടങ്ങി. ഒരു അടിപൊളി കാർ ചേസിംഗ് സീനാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വെനത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പവറുകൾ കണ്ടപ്പോൾ കാൾട്ടൺ ഡ്രേക്കിന് അത്ഭുതമായി. അയാൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തായിരുന്നു ഈ സിംബിയോട്ടിന്റെ പവർ. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോ എഡ്ഡി സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ബൈക്ക് ചീറിപ്പാഞ്ഞു വന്ന ഒരു കാറിന്റെ മേലിടിച്ച് എഡ്ഡി ദൂരേക്ക് തെറിച്ചു പോവുകയാണ്. ആ വീഴ്ചയിൽ എഡ്ഡിക്ക് നന്നായിട്ട് പരിക്ക് പറ്റി. അവന്റെ ശരീരത്തിലുള്ള പകുതി എല്ലുകളും ഒടിഞ്ഞു നുറങ്ങിയിട്ടുണ്ടാവും. എഡ്ഡി അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോഴാണ് കാൾട്ടൺ ഡ്രേക്കിന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന് എഡ്ഡിയെ പിടിച്ചതും എഡ്ഡിയുടെ ശരീരത്തിലുള്ള വെനം ശരിക്കും പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വെനം അവന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് എത്തി. ഇതിന്റെ ഇടയ്ക്ക് എഡ്ഡിയുടെ ശരീരത്തിൽ പറ്റിയ മുറിവുകളും ഒടിവുകളും ഒക്കെ ശരിയാവുന്നുണ്ട്. ഇങ്ങനെ ഒരു കഴിവും സിംബിയോട്ടുകൾക്കുണ്ട്. വെനം കാൾട്ടൺ ഡ്രേക്കിന്റെ ആളെ ആകെ നക്കി തുടയ്ക്കാൻ തുടങ്ങി. നിന്റെ ഈ കണ്ണുകളും ശ്വാസകോശവും ഹൃദയവും പാൻക്രിയാസും ഒക്കെ കണ്ടിട്ട് എനിക്കൊരു ബേക്കറിയിൽ കയറിയതുപോലെയാണ് തോന്നുന്നത്. ഇതൊക്കെ എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കണം. പക്ഷെ അപ്പോഴേക്കും കാൾട്ടൺ ഡ്രേക്കിന്റെ ഒരാൾ വന്ന് വെനത്തിനെ വെടിവെക്കുവാണ്. വെനം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അവന്റെ തല കടിച്ചു പറിച്ചെടുത്ത് തിന്നുന്നു. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തി വെടിവെക്കാൻ തുടങ്ങി. വെനം നേരെ അടുത്തുള്ള വെള്ളത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് ഹൈ സ്പീഡിൽ നീന്തി കുറെ ദൂരെയുള്ള കരയിലേക്ക് കയറി ചെന്നിരിക്കുവാണ്. ഇപ്പൊ വെനത്തിന്റെ രൂപം മാറി എഡ്ഡിയുടെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ദൈവമേ, എന്റെ കാലുകളൊക്കെ ഒടിഞ്ഞു നുറുങ്ങി പോയതാണല്ലോ, ഇതെങ്ങനെ ശരിയായി? ഇങ്ങനെ അന്തം വിട്ട് എഡ്ഡി ഇരിക്കുമ്പോഴാണ് വെനം അവന്റെ പിന്നീന്ന് എഡ്ഡിയുടെ മുന്നിലേക്ക് നേർക്ക് നേർ വരുന്നത്. എഡ്ഡി പേടിക്കുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നോ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ആം വെനം, ഞാനാണ് വെനം. നീ ഇപ്പൊ തന്നെ ഒരു മനുഷ്യന്റെ തലയാണ് കടിച്ചു പറിച്ചെടുത്ത് കഴിച്ചത്. അത് പിന്നെ കൊതി വരുമ്പോ എങ്ങനെയാ എഡ്ഡി തടഞ്ഞു നിർത്തുന്നത്? എനിക്കും ജീവിക്കണ്ടേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കെഡ്ഡി. നീ എന്നെയല്ല കണ്ടെത്തിയത്, ഞാൻ നിന്നെയും അല്ല കണ്ടെത്തിയത്. ഇനി മുതൽ ഞാൻ നീ എന്നൊന്നുമില്ല, നമ്മൾ നമ്മളെ കണ്ടെത്തി. ഇനി മുതൽ നമ്മളാണ്, മനസ്സിലായോ? നിനക്കെന്താ വേണ്ടത്? എനിക്ക് കാൾട്ടൺ ഡ്രേക്കിന്റെ അടുത്തേക്ക് പോകണം, ലൈഫ് ഫൗണ്ടേഷനിൽ പോകണം, അവിടുത്തെ റോക്കറ്റ് കണ്ടുപിടിക്കണം. നിനക്ക് അവന് നല്ല ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എന്നെ പറ്റി ഇത്രയും കാര്യങ്ങൾ നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നിന്റെ തലയ്ക്കുള്ളിൽ ഞാനുണ്ട്. നിനക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്കും അറിയാം. നീ ഇനിയും ആരെങ്കിലും പിടിച്ചു തിന്നാൻ ചാൻസ് ഉണ്ടോ? നീ എന്റെ ഒരു വാഹനം മാത്രമാണ് എഡി. എനിക്കിനിയും ഒരുപാട് പേരെ തിന്നണം, നല്ല കൊതിയുണ്ട്. പക്ഷെ എനിക്ക് മാത്രം തിന്നാ പോരാ, എന്റെ കൂട്ടുകാരെയും എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാണ്
അതാണ് എന്റെ പ്ലാൻ. അതിനെനിക്ക് ലൈഫ് ഫൗണ്ടേഷനിൽ ചെന്ന് റോക്കറ്റ് എടുക്കണം. അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ. നീ ഒരു ഭൂലോക തോൽവിയാണ് എടി. നിന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിന്നാൽ നിന്നെ ഞാൻ വേണമെങ്കിൽ ജീവനോടെ വെറുതെ വിടാം. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. അടുത്ത സീനിൽ കാണിക്കുന്നത് കാലിഫോർണിയയിലെ എയർപോർട്ടാണ്. അവിടേക്ക് ഒരു ചെറിയ കുട്ടി വന്ന് ഇറങ്ങുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ ഭയങ്കരമായിട്ട് മിന്നുന്നുണ്ട്, ഒരുമാതിരി കറുത്തിരണ്ട കളറിൽ. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നേരത്തെ ഒരു അമ്മൂമ്മയുടെ ശരീരത്തിൽ കയറിയിരുന്ന റയോട്ട് ഇപ്പൊ ഒരു കുട്ടിയുടെ മേലേക്ക് കയറിയിട്ടാണ് വിമാനത്തിൽ കയറി കാലിഫോർണിയയിൽ എത്തിയിരിക്കുന്നത്. ഇനി റയോട്ട് നേരെ പോകുന്നത് ലൈഫ് ഫൗണ്ടേഷനിലേക്കാണ്. ഈ സമയത്ത് ലൈഫ് ഫൗണ്ടേഷനിലാണെങ്കിൽ കാൾട്ടൺ റേക്ക് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഡോക്ടർ ഡോറയുടെ മേലേക്ക് തുറന്നുവിട്ട അവിടെ ബാക്കിയുണ്ടായിരുന്ന സിംബിയോട്ടും ഇപ്പൊ ജീവനോടെ ഇല്ല. ഡോക്ടർ ഡോറയെ കൊന്നു കഴിഞ്ഞ് ആ സിംബിയോട്ടിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ലൈഫ് ഫൗണ്ടേഷനിന് കിട്ടിയ അവസാനത്തെ സിംബിയോട്ടും മരിച്ചുപോയി. കാൾട്ടണിന് ആകെ ദേഷ്യം വന്നിട്ട് അവിടെയുള്ള സയന്റിസ്റ്റുമാരെയൊക്കെ ചീത്ത പറയാൻ തുടങ്ങി. അത് മാത്രമല്ല അയാളുടെ ആളുകളോട് ഇനി ബാക്കിയുള്ള ഒരേ ഒരു സിംബിയോട്ട് എഡ്ഡിയുടെ മേലാണുള്ളത്. പക്ഷെ എഡ്ഡിയെ കൊന്നാൽ ചിലപ്പോൾ ആ സിംബിയോട്ടും മരിച്ചുപോകും. അതുകൊണ്ട് എഡ്ഡിയെ ജീവനോട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരണമെന്നാണ് കാൾട്ടൺ ഡ്രേക്ക് അവരോട് പറയുന്നത്. ആൾക്കാർ പെട്ടെന്ന് തന്നെ എഡ്ഡിയെ അന്വേഷിച്ച് പാഞ്ഞു. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആനിയെ ഡോക്ടർ ഡാൻ വിളിക്കുവാണ്. എന്നിട്ട് എഡ്ഡിയുടെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നോക്കിയപ്പോൾ അവന്റെ കാര്യം ഇത്തിരി പ്രശ്നത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എഡ്ഡിയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരണമെന്നാണ് ഡാൻ ആനിയോട് പറയുന്നത്. ആനി പെട്ടെന്ന് തന്നെ എഡ്ഡിയെ വിളിച്ച് ഈ കാര്യം പറയുന്നു. എഡ്ഡി ആണെങ്കിൽ ഇപ്പൊ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ലൈഫ് ഫൗണ്ടേഷനും കാൾട്ടൺ ഡ്രേക്കിനും എതിരെയുള്ള കുറെ തെളിവുകളുണ്ട്, കുറെ ഫോട്ടോകളുണ്ട്. ഇതൊക്കെ കൊണ്ട് അവൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ന്യൂസ് ചാനലിന്റെ മാനേജറുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇങ്ങനെ തെളിവുകൾ കിട്ടുവാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അത് ന്യൂസ് ചാനലിൽ കൂടെ എല്ലാവരെയും അറിയിക്കുമെന്ന് എഡ്ഡിക്ക് നന്നായിട്ട് അറിയാം. അങ്ങോട്ടാണ് എഡ്ഡി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് ആനിയുടെ കോൾ വന്നത്. എഡി, നീ ആനിയുടെ പേര് കേട്ടപ്പോ ആകെ അസ്വസ്ഥനായല്ലോ. ആനി നിന്റെ ആരായിട്ട് വരും? ആനി എന്റെ ആരായിട്ട് വന്നാലും അത് നീ അറിയേണ്ട ആവശ്യമില്ല. അത് നിന്റെ വിഷയമല്ല. എന്തിനാ എഡി അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ ഇനി അങ്ങനെ രഹസ്യങ്ങളൊന്നും വേണ്ട. നിന്റെ വിഷയങ്ങളൊക്കെ ഇനി തൊട്ട് എന്റെയും വിഷയങ്ങളാണ് എഡി. എഡ്ഡി നേരെ പോകുന്നത് അവൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ആ ന്യൂസ് കമ്പനിയിലേക്കാണ്. അവിടെ അവന് പരിചയമുള്ള സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. പക്ഷെ എഡ്ഡി ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അയാൾ എഡ്ഡിയെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഹേ മാൻ, കുറെ നാളായാലോ കണ്ടിട്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ മാനേജർ കാണേണ്ട ആവശ്യമുണ്ട്. എഡ്ഡി, ഐ എം സോറി, നീ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിന്നെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. എടാ പ്ലീസ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്റെ കയ്യിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് ഫോട്ടോസും കുറച്ച് തെളിവുകളും ഒക്കെയാണ്. ഇത് നീ കൊണ്ട് നമ്മുടെ മാനേജറെ ഏൽപ്പിച്ചാലും മതി. അത് പറ്റൂ? എഡ്ഡി പ്ലീസ്, എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടും. നിന്നെ ഇങ്ങോട്ട് അടുപ്പിക്കേണ്ടതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. മാൻ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എഡി, ഇവൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവന്റെ തല കണ്ടിട്ട് എനിക്ക് തലച്ചോറെടുത്ത് പൊതിച്ചോറാക്കി കുട്ടികൾക്ക് കൊടുത്ത് കുട്ടിച്ചോറാക്കാൻ തോന്നുന്നുണ്ട്. തല എടുക്കട്ടെ. നോ നോ വെനം, ഇവനൊന്നും ചെയ്യരുത്. ഇവൻ എന്റെ ഫ്രണ്ടാണ്, ഇവനൊരു പാവമാണ്. ഇവന്റെ തലയെ പറ്റി നീ ആലോചിക്കുക വേണ്ട. എഡി, നീ എന്താ പിച്ചും പേയൊക്കെ പറയുന്നത്? എന്റെ പൊന്നളിയ, നീ അവിടെ മാറി നിൽക്ക്. ഇങ്ങോട്ട് വന്ന് നിന്റെ തല തെറിക്കും. നിനക്കൊരു തല തെറിച്ചവനാവണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് നല്ലത്. ഓക്കെ? എഡി നിരാശയോടെ പുറത്തിറങ്ങി. മാനേജറുടെ ഓഫീസാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണ്. എന്താ എഡി, നിനക്ക് മുകളിലേക്ക് പോകണോ? എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ നിന്നെ കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞ് വെനം അവന്റെ ഫുൾ രൂപം എടുത്ത് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കുതിച്ചു പായാൻ തുടങ്ങി. അങ്ങനെ അവർ ഏറ്റവും മുകളിലെത്തി. എഡി, ഇങ്ങനെ മുകളിൽ വന്ന് കേറിയിരിക്കുമ്പോ നല്ല സമാധാനമുണ്ട്. നിന്റെ ലോകം അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഇത് നശിക്കാൻ പോവാന്ന് ആലോചിക്കുമ്പോ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. പെട്ടെന്നാണ് തൊട്ടു മുകളിൽ കൂടെ ഒരു പ്ലെയിൻ പറന്നു പോകുന്നത്. പ്ലെയിൻ പറക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആണ് വരിക. സിംബിയോട്ടുകൾക്ക് ഇങ്ങനെയുള്ള അവസരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെനത്തിന്റെ ശക്തി പതുക്കെ പോകാൻ തുടങ്ങി. വെനത്തിന്റെ ശക്തി കുറഞ്ഞതോടെ എഡി നേരെ താഴേക്ക് വീഴാനും തുടങ്ങി. എന്തായാലും പ്ലെയിൻ പോയി കഴിഞ്ഞപ്പോ വീണ്ടും വെനം പുറത്തേക്ക് വരുവാണ്. ഭാഗ്യത്തിന് അതുകൊണ്ട് എഡി താഴെ വീണ് ചത്തില്ല. വെനം നേരെ എഡിയെ കൊണ്ട് ഏറ്റവും മുകളിലുള്ള ബിൽഡിങ്ങിന്റെ റൂമിലേക്ക് ചില്ല് പൊട്ടിച്ച് കയറുവാണ്. എഡി താൻ കൊണ്ടുവന്ന തെളിവുകളൊക്കെ മാനേജറുടെ ടേബിളിൽ വെക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ജനങ്ങളെ അറിയിക്കണമെന്ന് എഴുതി വെച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. നീ ശരിക്കും പറഞ്ഞ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? ഞാൻ എപ്പോഴും ചാവാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എന്തിനാ എഡി നിന്നെ കൊല്ലുന്നത്? നീ മരിച്ചാൽ ഞാനും മരിക്കും. അതുകൊണ്ട് നിന്നെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷെ നിനക്ക് എപ്പോ വേണമെങ്കിലും എന്റെ ബോഡി വിട്ട് വേറൊരു ബോഡിയിലേക്ക് കയറാമല്ലോ. പിന്നെ ഞാൻ മരിച്ചാലും നിനക്ക് എന്താ കുഴപ്പം? അങ്ങനെയല്ല എഡി, എനിക്ക് കയറി താമസിക്കാൻ പറ്റിയ ഹോസ്റ്റുകളെ അത്ര എളുപ്പത്തിൽ കിട്ടാറില്ല. അത് മാത്രമല്ല, നിന്റെ അത്രയും ചേർച്ചയുള്ള ഒരു ബോഡി എനിക്ക് ഇതുവരെ ഹോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുമില്ല. പിന്നെന്തിനാ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത്? അത് മാത്രമല്ല, എനിക്ക് നിന്നെ കുറച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നീ ആൾ കൊള്ളാം. വെനമെഡിയോട് നേരെ താഴേക്ക് എടുത്ത് ചാടി ഈസി ആയിട്ട് പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ എഡി അത് കൂട്ടാക്കാതെ ലിഫ്റ്റ് കയറി താഴേക്ക് വരുവാണ്. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ. അതെ, എനിക്ക് ജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് കയറി പൊക്കോളാം. അങ്ങനെ ലിഫ്റ്റ് കയറി താഴെ എത്തിയപ്പോഴാണ് അവിടെ കുറെ പോലീസുകാര് എഡിയെ കാത്തു നിൽക്കുന്നത്. അവരെല്ലാവരും എഡിയുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. ഗൈസ്, ഇതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളിപ്പോ എന്നെ വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. പക്ഷെ പോലീസുകാർ വെടിവെക്കാൻ തുടങ്ങി. പെട്ടെന്ന് വെനം പുറത്തേക്ക് വരുവാണ്. പിന്നെ അവിടെ ഒരു അടിപൊളി ഫൈറ്റ് ആണ് നടക്കുന്നത്. വെനം കണ്ണി കണ്ട പോലീസുകാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയാൻ തുടങ്ങി.
അവരുടെ വെടിയുണ്ടകൾക്കും ബോംബുകൾക്കും ഒന്നും വെനത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം വെനം ഒരു പോലീസുകാരന്റെ തല കടിച്ചു പറിച്ചെടുക്കാൻ പോകുമ്പോൾ എഡ്ഡി പെട്ടെന്ന് ഇടയ്ക്ക് കയറി ഇത് പോലീസുകാരാണെന്നും അവരൊക്കെ സത്യത്തിൽ നല്ലവരാണെന്നും അതുകൊണ്ട് അവരൊന്നും ചെയ്യാൻ പാടില്ലെന്നുമാണ് എഡ്ഡി വെനത്തിനോട് പറയുന്നത്. അതുകൊണ്ട് വെനം പോലീസുകാരെ വെറുതെ വിട്ടു. ഈ കാഴ്ചയൊക്കെ ആനി വന്ന് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് പേടിച്ചോടാൻ തുടങ്ങി. പെട്ടെന്ന് എഡ്ഡി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഹേയ് ആനി, നിക്ക്, നീ പേടിക്കേണ്ട ആവശ്യമില്ല. എഡ്ഡി, ഞാൻ നിന്നോട് ഒരു കാര്യം പറയണമെന്ന്. നിന്റെ അവസ്ഥ ആകെ മോശമാണെന്നാണ് ഡാൻ പറഞ്ഞത്. പക്ഷെ ഇത്ര മോശമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനിപ്പോ തന്നെ എന്താ കണ്ടത്? ഇത് സ്വപ്നമാണോ? ആനി, എനിക്ക് സത്യം പറഞ്ഞ നല്ല പേടിയുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഓക്കെ, എന്ന് എത്രയും പെട്ടെന്ന് വണ്ടി കയറ്. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയേ പറ്റൂ. ആനി, ഞാൻ നിന്റെ കൂടെ വന്നാൽ ശരിയാവില്ല. അതത്ര സേഫ് ആയിരിക്കില്ല. എഡ്ഡി, നീ ഒന്നും പറയണ്ട. എന്നാ ഒരു കാര്യം ചെയ്തോ, നീ വേണമെങ്കിൽ കാറിന്റെ ബാക്കിലിരുന്നു, എന്റെ അടുത്തിരിക്കണ്ട. നീ പേടിക്കണ്ട എഡി, ഞാൻ അവളൊന്നും ചെയ്യില്ല. നിനക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ. മാത്രമല്ല എനിക്കും അവൾ ഇഷ്ടപ്പെട്ടു. ആനി, എന്റെ കൺട്രോൾ ആകെ പോയിരിക്കുവാണ്. എനിക്ക് ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എഡി, കുഴപ്പമില്ല, നമ്മൾക്ക് അന്ന് ചെയ്ത പോലെ ഒരു വട്ടം കൂടി MRI സ്കാൻ ചെയ്യാം. അപ്പൊ എല്ലാം ശരിയാവും. വേണ്ട, MRI സ്കാൻ വേണ്ട. എനിക്ക് വലിയ ഫ്രീക്വൻസി ഉള്ള സൗണ്ടും പിന്നെ തീയും ഒക്കെ പേടിയാണ്. MRI സ്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. എഡി, എനിക്ക് വിശക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തിന്നേ പറ്റൂ. അപ്പൊ നിന്റെ ഉള്ളിലുള്ള ആൾക്ക് MRI സ്കാൻ പേടിയാണല്ലേ? അവൻ നിന്നോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കൂ. അതിന്റെ കാര്യമൊന്നും പറയണ്ട. എപ്പോഴും അവൻ എന്റെ തലയ്ക്കുള്ളില, ഒരു സമാധാനം തരില്ല. എഡി, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. പിന്നെ ആനിയുടെ അടുത്തിരിക്കുമ്പോ എന്താ നിനക്ക് ഇത്ര വിഷമം? എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിനക്ക് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റൂ? കുറച്ച് സമാധാനം തരൂ. എഡി, ഞാൻ നിന്റെ അടുത്ത് വന്നതാണോ ഏറ്റവും വലിയ കുറ്റം? അയ്യോ, ഞാൻ നിന്നോട് പറഞ്ഞതല്ല, ഞാൻ അവനോട് പറഞ്ഞതാ, എന്റെ ഉള്ളിലുള്ളവനോട്. എഡി, നീ ഇപ്പോഴും ചെയ്ത കുറ്റത്തിന് അവളോട് മാപ്പ് ചോദിച്ചിട്ടില്ല. അവളോട് സോറി പറയേ. കാരണം ഇനി പിന്നീട് ഒരിക്കൽ സോറി പറയാൻ നീ ജീവനോട് ഇല്ലെങ്കിലോ. ആനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നോടൊന്ന് ചെയ്ത കാര്യം ഒട്ടും ശരിയല്ല. ഐ എം റിയലി സോറി. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ? ആൻഡ് ഐ ലവ് യു ആനി. എനിക്ക് നിന്നെ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു എഡി. പക്ഷെ ഇപ്പൊ ഇതൊന്നും പറയാനുള്ള സമയമല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. എഡി, നീ പ്രതീക്ഷ കളയണ്ട. അവൾക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നേ. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ പിന്നാലെ കാൾട്ടൺ ഡ്രോയ്ക്കിന്റെ ആളുകൾ ഒരു ഡ്രോൺ അയച്ചിട്ടുണ്ട്. എഡ്ഡിയെ പിടിക്കാൻ തന്നെയാണ് അവരുടെ പ്ലാൻ. ഈ സമയത്ത് ലൈഫ് ഫൗണ്ടേഷനിൽ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുന്നു. അവളെ കണ്ട കാൾട്ടൺ ഡ്രോയ് ഈ കുട്ടി എങ്ങനെ ഇവിടെ കയറിയെന്ന് വിചാരിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ കുട്ടിയെയാണ് നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടത്. ഹലോ, മോളെന്താ ഇവിടെ? വഴി തെറ്റി കയറി വന്നതാ? എനിക്ക് ഒരു വഴിയും തെറ്റിയിട്ടില്ല. നിനക്കൊക്കെ വഴി കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് റയോട്ടായിരുന്നു. ആ കുട്ടി കാൾട്ടന്റെ കഴുത്തി കയറി പിടിക്കുവാണ്. അങ്ങനെ റയോട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് നേരെ കാൾട്ടന്റെ ബോഡിയിലേക്ക് കയറി. ഈ സമയത്ത് എഡ്ഡിയും ആനിയും കൂടി ഡോക്ടർ ഡാനിന്റെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹായ് എഡ്ഡി, ഞാൻ പറയുന്നത് കേട്ട് നീ പേടിക്കരുത്. നിന്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പതുക്കെ വർക്ക് ചെയ്തായിക്കൊണ്ടിരിക്കുവാണ്. നീ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുവാണ് എഡ്ഡി. എഡി, അവൻ പറയുന്നൊന്നും കേൾക്കണ്ട. ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രമാണ്. എനിക്ക് നിന്നെ തിരിച്ച് പഴയ പോലെ ശരിയാക്കാൻ പറ്റും. എന്നെ വിശ്വസിക്ക്. എഡ്ഡി, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ജന്തുവിനെ പുറത്ത് കടത്തിയേ പറ്റൂ. ആരാടാ ജന്തു? എന്നെ ജന്തു എന്ന് വിളിക്കുന്നവരെ ഞാൻ ജീവനോട് വിടില്ല. ഏയ്, അവൻ ജന്തു ഒന്നുമല്ല, അവനൊരു പാവം. എഡ്ഡി പ്ലീസ്, നമുക്കൊന്നും കൂടി നിന്റെ ബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കണം. നീ പെട്ടെന്ന് ആ MRI സ്കാനിൽ കയറി കിടക്ക്, അല്ലെങ്കിൽ നീ മരിച്ചു പോകും. എഡി, അവൻ പറയുന്നൊന്നും നീ കേൾക്കണ്ട. അവൻ എന്നെ പോലെയല്ല. അവൻ വെറും ഒരു ഡോക്ടർ. പെട്ടെന്ന് വേനം ഡോക്ടർ ഡാനിന്റെ കഴുത്തിന് കയറി പിടിക്കുവാണ്. ഇത് കണ്ടപ്പോ ആനി പെട്ടെന്ന് ഒരു കാര്യം ഓർക്കുന്നു. ഹൈ ഫ്രീക്വൻസി സൗണ്ടോ അല്ലെങ്കിൽ റേഡിയേഷനോ ഉണ്ടാക്കിയാൽ അത് വെനത്തിന് താങ്ങാൻ പറ്റില്ല. അവൾ പെട്ടെന്ന് ലാബിലുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട് പുറപ്പെടുവിക്കുന്നു. പെട്ടെന്ന് വെനത്തിന് അവിടെ നിൽക്കാൻ പറ്റാതെയായി. കുറച്ചു കഴിഞ്ഞപ്പോ വെനം എഡ്ഡിയുടെ ബോഡി വിട്ട് പുറത്തേക്ക് തെറിച്ചു വരുവാണ്. അവർ പെട്ടെന്ന് വാതിലടച്ച് വെനത്തിനെ ബ്ലോക്ക് ആക്കുന്നു. ഹേയ്, നീ എന്താ പറഞ്ഞേ? നിന്നെ പുറത്ത് ചാടിക്കാൻ പറ്റില്ലെന്നോ? ഇപ്പൊ നീ പുറത്തായത് കണ്ടോ? നിനക്ക് എന്നെ കൊല്ലണോ അല്ലേ? നീ എന്റെ ഇന്റേണൽ ഓർഗൻസ് പതുക്കെ തിന്ന് എന്നെ കൊന്നുകൊണ്ടിരിക്കുക എന്നോടാ പട്ടി. ഇനി നിന്നെ കൊണ്ടത് പറ്റില്ല. ഇനി മുതൽ വി ആർ വെനോ അല്ല. ഇനി മുതൽ നമ്മളില്ല, നീ മാത്രം. നീ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് ചാവ്. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. ഇങ്ങനെ പറഞ്ഞ് എഡ്ഡി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആനി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ ഈ ഇടയായിട്ട് എഡ്ഡിയുടെ മേൽ കുറച്ചധികം ശ്രദ്ധിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറ, എന്താ നടക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല ഡാൻ. എഡ്ഡി എന്റെ എക്സ് ലവർ ആണ്. എനിക്ക് അവനോട് പഴയ പോലെ ഫീലിംഗ് ഒന്നുമില്ല. ഓക്കെ, എഡ്ഡി നിന്റെ എക്സ് ലവർ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എഡ്ഡി നിന്റെ ബെസ്റ്റി അല്ലാന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇവരിങ്ങോട്ട് നോക്കി നിന്ന സമയത്ത് വെനം നൈസായിട്ട് അതിനെ പൂട്ടിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് നേരെ ചെന്ന് മുന്നിൽ കണ്ട ഒരു പട്ടിക്കുട്ടിയുടെ മേലേക്കാണ് വെനം കയറുന്നത്. അങ്ങനെ പട്ടി വെനം എഡ്ഡിയെ അന്വേഷിച്ച് ഓടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും പാവം എഡ്ഡിയെ കാൾട്ടൺ ഡ്രോയ്ക്കിന്റെ ആളുകൾ മയക്കുവെടി വെച്ച് മയക്കി കിടത്തി തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയത്താണ് വെനത്തിനെ കാണാതായതറിഞ്ഞ് ആനി പുറത്തേക്ക് ഓടി വരുന്നത്. ആനിയെ കണ്ടപ്പോ വെനത്തിന് ഒരു ഐഡിയ തോന്നി. വെനം നേരെ ആനിയുടെ മേലേക്ക് കയറുവാണ്. കാൾട്ടൺ ഡ്രോയ്ക്കിന്റെ ആളുകൾ എഡ്ഡിയെ ലൈഫ് ഫൗണ്ടേഷനിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുവാണ്. അവന്റെ മേൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ സിംബിയോട്ട് ഇപ്പൊ എഡ്ഡിയുടെ മേലില്ല. തന്റെ മുന്നിൽ വന്ന് വെറുപ്പിക്കാൻ നോക്കിയ ഒരുത്തിനെ എഡ്ഡി തലക്കടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ കാൾട്ടൺ ഡ്രോയ്ക്ക് അങ്ങോട്ട് വരുന്നു. എഡ്ഡി, ആ സിംബിയോട്ട് ഇപ്പൊ നിന്റെ മേലില്ല. നീ അതിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് സത്യം പറ. അല്ല, ഞാനെന്തിനാ നിന്നോട് പറയുന്നത്? എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ ഒരു പ്രാന്തന. ഓ എഡ്ഡി, അങ്ങനെ പറയരുത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ആവുന്നുണ്ട്. നീ ആറാടുകയാണ് എഡ്ഡി. നീ ആലോചിച്ച് നോക്ക്. ഈ ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യരൊക്കെ ഓരോ പാരസൈറ്റുകളാണ്. നമ്മൾ ഈ ഭൂമിയെ തിന്നുകൊണ്ടേയിരിക്കുവാണ്. നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ തിരിച്ചു കൊടുക്കുന്നില്ല. എന്നാലും ഈ ഭൂമി നശിക്കും. നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പോലെയാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു പോയി ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളല്ലേ തേടേണ്ടത്. ഇപ്പൊ നീ പോലും നല്ലവനാണോ? നിന്നെ വിശ്വസിച്ച നിന്റെ ആനിയെ നീ ചതിച്ചില്ലേ? അപ്പൊ നീയോ അത്ര നല്ലവനൊന്നുമല്ല. അതുകൊണ്ട് ആ സിംബിയോട്ട് എവിടെയാന്ന് പറ.
കാൾട്ടൺ ഡ്രേക്ക്, എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, ഈ സിംബിയോട്ട് മേല് കയറി പറ്റുക എന്ന് പറഞ്ഞാൽ അത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അത് നമ്മൾ ഉള്ളിൽ നിന്ന് കൊന്നുകൊണ്ടേയിരിക്കും. ഇത് വെച്ചാണ് നീ മനുഷ്യന്മാരുടെ മേൽ പരീക്ഷണം ചെയ്യുന്നത്. ഇത് ശരിയാവില്ല. അപ്പൊ നിന്നോട് മര്യാദ പറഞ്ഞ നീ കേക്കില്ലല്ലേ? നിന്റെ തല ഞാൻ കടിച്ചെടുക്കണോ എഡി? എന്റെ മൊയ്തേത പുതിയൊരു അവതാരം. വെനമാണ് ഏറ്റവും വൃത്തികെട്ടവെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് വെനത്തിനേക്കാൾ അക്രമമാണല്ലോ. ഇതിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല. എഡിക്കാകെ പേടിയായി. എന്തായാലും എഡിയെ കൊണ്ട് ഇനി ഉപയോഗമൊന്നുമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് കാൾട്ടൺ ഡ്രേക്ക് അവനെ കൊന്നു കളയാൻ പറയുവാണ്. എന്തുണ്ടായെന്ന് വെച്ചാൽ റയോട്ടിന് കാൾട്ടൺ ഡ്രേക്കിന്റെ ശരീരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റയോട്ടിന്റെ ഏറ്റവും നല്ല ഹോസ്റ്റ് ആയിട്ട് കാൾട്ടൺ ഡ്രേക്ക് മാറിയിരിക്കുവാണ്. ഹേയ്, നിന്റെ കൂടെ ഇവിടേക്ക് വന്ന 3 ഫ്രണ്ട്സ് ഇവിടെ വെച്ച് മരണപ്പെട്ടു. അതിലെനിക്ക് വിഷമമുണ്ട്. ഐ എം റിയലി സോറി. അതിനെപ്പറ്റി ഇനി പറയണ്ട. പോയവർ പോയി. പക്ഷെ എന്റെ ഗ്രഹത്തിൽ ഇനിയും കോടിക്കണക്കിന് സിംബിയോട്ടുകളുണ്ട്. അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന് എനിക്ക് നിന്റെ സഹായം കൂടിയേ പറ്റൂ. അത് മാത്രമല്ല, വെനത്തിനെ നമ്മൾക്ക് തിരിച്ച് കൊണ്ടുവരണം. ആ കാര്യം ഞാൻ ഏറ്റു. കാൾട്ടൺ ഡ്രേക്കിന്റെ ആളുകൾ എഡിയെ ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അവനെ വെടിവെക്കാൻ റെഡിയായി നിൽക്കുന്നു. ഹേ ഗൈസ്, എന്തായാലും നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാ. തൽക്കാലം എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. എന്നെ കൊന്നതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങളുടെ ഒക്കെ കാര്യം കട്ടപ്പുകയാ. കാൾട്ടൺ ഡ്രേക്ക് അവന്റെ പ്ലാൻ നടപ്പിലാക്കിയ പിന്നെ ഈ ലോകം നശിക്കും. എന്നാലും കാൾട്ടന്റെ ആളുകൾ അവനെ വെടിവെക്കാൻ പോവായിരുന്നു. പെട്ടെന്നാണ് വെനത്തിന്റെ കൈകൾ അങ്ങോട്ട് നീണ്ടുവരുന്നത്. വെനം നേരെ ചാടി വന്ന് അവരുടെയൊക്കെ പണി കഴിച്ചു. അതിലൊരുത്തന്റെ തലയും കടിച്ചെടുത്ത് കഴിച്ചു. ഈ വട്ടം വെനമായിട്ട് വന്നിരിക്കുന്നത് ആനിയാണ്. ആനി പെട്ടെന്ന് എഡിയെ കിസ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് വെനം ആനിയുടെ മേൽ നിന്ന് എഡിയുടെ ഉള്ളിലേക്ക് കയറി. അയ്യോ, എന്തൊക്കെ ഇപ്പൊ നടന്ന്? ഞാനൊരുത്തിന്റെ തലയല്ലേ കടിച്ചെടുത്ത് കഴിച്ചത്. അത് പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് ശീലമായിക്കോളും. എഡി, നീ കണ്ട കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാൾട്ടൺ ഡ്രേക്കിന്റെ മേൽ കൂടിയിരിക്കുന്നത് ഒരു സാധാരണ സിംബിയോട്ടല്ല, അത് റയോട്ടാണ്. അവനൊരു ലീഡറാണ്. വളരെ അപകടകാരിയും വളരെ ശക്തനുമാണ് അവൻ. അവന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് റയോട്ടിനെ തടഞ്ഞേ പറ്റൂ. പെട്ടെന്ന് ലൈഫ് ഫൗണ്ടേഷനിലേക്ക് പോകണം. ആനി, കാൾട്ടൺ ഡ്രേക്കിനെ എത്രയും പെട്ടെന്ന് തടയണം. ഞാൻ ലൈഫ് ഫൗണ്ടേഷനിലേക്ക് പോവാണ്. എന്നാൽ ഞാനും വരാം. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. തൽക്കാലം നീ വരണ്ട, അത് അപകടമാണ്. ഹേയ് വെനം, നീ എന്താ ചെയ്തേ? ആനി അവിടെ ഒറ്റയ്ക്ക് കേട്ട് പോന്നോ? അവളെയും കൂടി കൂടെ കൂട്ടാമായിരുന്നു. അത് വേണ്ട. അവളെ കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് വിഷമമാവുമെന്ന് എനിക്കറിയാം. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് പോയി റയോട്ടിനെ തടയാം. ഇല്ലെങ്കിൽ അവൻ ആയിരക്കണക്കിന് സിംബിയോട്ടുകളെ കൊണ്ട് ഇങ്ങോട്ട് വരും. എന്ന് പറഞ്ഞാൽ അവൻ റോക്കറ്റ് എടുത്തുകൊണ്ട് പോയി നിന്റെ ഗ്രഹത്തിൽ ചെന്ന് വേറെ കുറെ സിംബിയോട്ടുകൾ കൊണ്ട് ഇങ്ങോട്ട് വരുമെന്നല്ലേ? ഇത് തന്നെയായിരുന്നില്ല നിന്റെയും പ്ലാൻ? എന്റെയും പ്ലാൻ അതായിരുന്നു എഡി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിനക്കറിയോ, എന്റെ ഗ്രഹത്തിൽ ഞാനും നിന്റെ പോലെ ഒരു തോൽവിയാണ്. അവിടെ ഞാൻ അത്രയ്ക്ക് പവർഫുൾ ഒന്നുമല്ല. പക്ഷെ ഇവിടെ വന്നപ്പോ നിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോ ഞാൻ ഇവിടെ ഒരുപാട് പവർഫുൾ ആണ്. എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് രാജാവിനെ പോലെ ജീവിച്ചാൽ മതി. എല്ലാ സിംബിയോട്ടുകളും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്താ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് റയോട്ടിനെ നമ്മൾക്ക് തടയണം. ഓഹോ, ഇപ്പൊ നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? എന്റെ മനസ്സ് മാറാൻ കാരണം നീയാണ് എഡി. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊതിയാവുന്നു. കുറെ തലകൾ എനിക്ക് കഴിക്കാനുണ്ട്. ഈ സമയത്ത് കാൾട്ടൺ ഡ്രേക്ക് സയന്റിസ്റ്റുകളോട് പെട്ടെന്ന് റോക്കറ്റ് മേലേക്ക് വിടാൻ പറയുവാണ്. ഈ വട്ടം താൻ ഒറ്റയ്ക്ക് പോയാലും മതിയെന്നാണ് കാൾട്ടൺ ഡ്രേക്ക് പറയുന്നത്. ഇത് കേട്ടപ്പോ അവിടെയുള്ള ഒരു സയന്റിസ്റ്റിന് എന്തോ പന്തികേട് തോന്നി. ഒരു പക്ഷേ ഒരു സിംബിയോട്ട് കാൾട്ടൺ ഡ്രേക്കിന്റെ ഉള്ളിൽ കയറി അവനെ നിയന്ത്രിക്കുകയാണെന്ന് ആ സയന്റിസ്റ്റിന് സംശയം തോന്നി. അതുകൊണ്ട് അവൻ റോക്കറ്റ് ലോഞ്ച് പതുക്കെ നിർത്താൻ നോക്കുവാണ്. പക്ഷെ അപ്പോഴേക്കും റയോട്ട് പുറത്തേക്ക് വന്ന് ആ സയന്റിസ്റ്റിനെ കൊന്നുകളഞ്ഞു. മാത്രമല്ല അവിടെ ചുറ്റുമുണ്ടായിരുന്ന സയന്റിസ്റ്റുകളെയും റയോട്ട് അടിച്ച് നിലത്ത് കിടത്തി. എന്നിട്ട് നേരെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനുള്ള ബട്ടൺ അമർത്തുവാണ്. റയോട്ടിനെ കണ്ട നിമിഷം എഡിക്ക് പേടിയായി. വെനം, ഇവനാള് ഞാൻ വിചാരിച്ചതിനേക്കാൾ പവർഫുൾ ആണെന്ന് തോന്നുന്നത്. നമ്മൾക്ക് ഇവനെ ജയിക്കാൻ പറ്റുമോ? എഡി, നീ ഇന്നേ വരെ കാണാത്ത പല കഴിവുകളും റയോട്ടിനുണ്ട്. അവന് ജയിക്കാനുള്ള നമ്മളുടെ സാധ്യത സത്യത്തിൽ വട്ടപൂജ്യം മാത്രമാണ്. അടിപൊളി. എന്തായാലും ചാവാൻ പോവല്ലേ? എന്നാ പിന്നെ നിന്റെ കൂടെ തന്നെ ചാവാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. സോ ലെറ്റ്സ് ഗോ. ഈ സമയത്ത് ആനി ലൈഫ് ഫൗണ്ടേഷനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. വെനം പെട്ടെന്ന് റയോട്ടിന്റെ മുന്നിൽ കയറി നിൽക്കുന്നു. വേനം, നീ തിരിച്ചു വന്നല്ലേ? പെട്ടെന്ന് റോക്കറ്റിന്റെ ഉള്ളിൽ കയറ്. നമുക്ക് ഗ്രഹത്തിലേക്ക് തിരിച്ചു പോയിട്ട് എല്ലാവരെയും കൊണ്ടിങ്ങോട്ട് വരാം. വേണ്ട റയോട്ട്, അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ ലോകത്തെ നശിപ്പിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. എന്നാ നീ ഇവിടെ തന്നെ മരിക്കാൻ റെഡി ആയിക്കോ വെനം. എഡിയും നീയും തമ്മിൽ നല്ല മാച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിന്റെ ഈ പവർ എന്നെ തോൽപ്പിക്കാൻ മതിയാവില്ല. പിന്നെ അവിടെ വെനവും റയോട്ടും തമ്മിലുള്ള ഒരു മാരക ഫൈറ്റ് ആണ് നടക്കുന്നത്.
വെനത്തിനേക്കാൾ വളരെ പവർഫുൾ ആണ് റയോട്ട്. അവന്റെ കയ്യിൽ ഒരുപാട് ഫൈറ്റിംഗ് സ്കിൽസും ഒരുപാട് പുതിയ ആയുധങ്ങളും ഉണ്ട്. വെനത്തിന് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് റയോട്ട് അവന്റെ ശക്തി ഉപയോഗിച്ച് വെനത്തിനെയും എഡ്ഡിയെയും വേറെ ആക്കുന്നുണ്ട്. പക്ഷെ എഡ്ഡി പെട്ടെന്ന് ഓടി വന്ന് വെനത്തിനെ വീണ്ടും തന്റെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അങ്ങനെ അവ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. രണ്ടുപേരും പരസ്പരം സിംബയോട്ടിനെയും ഹോസ്റ്റിനെയും വേർപെടുത്തി കളയാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള റയോട്ട് അവന്റെ ശക്തി ഉപയോഗിച്ച് വെനത്തിനെയും എഡ്ഡിയെയും കൂടി കഴിക്കുവാണ്. അതായത് വെനവും എഡ്ഡിയും ഇപ്പോൾ റയോട്ടിന്റെ ഉള്ളിലാണ്. അങ്ങനെ റയോട്ട് വീണ്ടും വലുതായി കൂടുതൽ പവർഫുള്ളും ആയിട്ട് മാറി. ഇനി വെറും 30 സെക്കൻഡിന്റെ ഉള്ളിൽ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് പോകും. റയോട്ട് റോക്കറ്റിലേക്ക് പാഞ്ഞു. പെട്ടെന്നാണ് ആനി ഒരു കാര്യം ചെയ്യുന്നത്. അവൾ അവിടെയുള്ള മെഷീൻ ഓണാക്കി ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഉണ്ടാക്കുവാണ്. അതോടെ രണ്ട് സിംബിയോട്ടുകൾക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വെനവും റയോട്ടും രണ്ട് ഹോസ്റ്റുകളുടെ ബോഡി വിട്ട് ദൂരേക്ക് തെറിച്ചു പോവാണ്. ഇപ്പൊ എഡ്ഡിയും കാർട്ടൺ റോയ്ക്കും തമ്മിലായി ഫൈറ്റ്. എഡ്ഡിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കാർട്ടണ് പറ്റുന്നില്ല. എഡ്ഡി കാർട്ടനെ താഴേക്ക് തള്ളിയിടുവാണ്. പക്ഷെ അതിനുള്ളിൽ റയോട്ട് വന്ന് കാർട്ടന്റെ മേൽ കയറിയിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞു നടക്കാൻ പോയ എഡ്ഡിയുടെ നെഞ്ചത്തേക്ക് ഒരു വലിയ ആയുധം വന്ന് കുത്തി കയറുവാണ്. റയോട്ടാണ് അത് ചെയ്തത്. എഡ്ഡി ഇപ്പൊ മരണത്തിന്റെ വക്കി കിടക്കുവാണ്. ഇനി വെറും 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. റയോട്ട് പെട്ടെന്ന് ഓടിച്ചാടി ചെന്ന് റോക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുവാണ്. റോക്കറ്റ് ലോഞ്ച് ആവാൻ തുടങ്ങി. ഈ സമയത്താണ് മരിക്കാൻ കിടക്കുന്ന എഡ്ഡിയുടെ മേലേക്ക് വെനം പതുക്കെ എഴഞ്ഞെഴഞ്ഞ് കയറി വരുന്നത്. വെനം ശരീരത്തിലേക്ക് കയറിയതോടെ എഡ്ഡിയുടെ മുറിവൊക്കെ മാറി. റയോട്ട് തന്റെ മേൽ കുത്തിവെച്ചിരിക്കുന്ന ആയുധം ഊരിയെടുത്ത് വെനം പെട്ടെന്ന് റോക്കറ്റിന്റെ മുകളിലേക്ക് ചാടി കയറുവാണ്. നീ ഒരു ചതിയനാണ് വെനം. നീ നമ്മുടെ ആളുകളെ തന്നെ ചതിക്കുന്നു. എനിക്കും ജീവിക്കണം റയോട്ട്. നീ ഇനി ആർക്കും ഒരു ലീഡർ ആയിരിക്കില്ല. ഗുഡ് ബൈ. അങ്ങനെ പറഞ്ഞു വെനം റയോട്ടിന്റെ ആയുധം വെച്ച് ആ റോക്കറ്റിന്റെ ഫ്യൂവൽ ടാങ്ക് കുത്തി പൊളിക്കുവാണ്. അങ്ങനെ റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. നമുക്കറിയുന്ന പോലെ ഹൈ ഫ്രീക്വൻസി സൗണ്ടും അല്ലെങ്കിൽ തീയും സിംബിയോട്സിന് താങ്ങാൻ പറ്റില്ല. അങ്ങനെ കാൾട്ടൺ റോയ്ക്കും റയോട്ടും കൂടി ആ റോക്കറ്റിന്റെ ഉള്ളിൽ കിടന്ന് വെന്തുരുകി ഇല്ലാതെയാവുകയാണ്. താഴെ വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന എഡ്ഡിയുടെ മേലേക്ക് പെട്ടെന്ന് റോക്കറ്റിന്റെ തീ വരാൻ തുടങ്ങി. എഡ്ഡിയോട് സ്നേഹമുള്ള വെനം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഡ്ഡിയോട് ഗുഡ് ബൈ പറഞ്ഞ് ആ തീയെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. തീയെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ വെനം ഇല്ലാതെയാവും. അങ്ങനെ ചെയ്യരുതെന്ന് എഡ്ഡി പറയുന്നുണ്ടെങ്കിലും എഡ്ഡിയെ രക്ഷിക്കാൻ വേണ്ടി വെനം തീയെ തടഞ്ഞു നിർത്തുവാണ്. എഡ്ഡി ചെന്ന് വെള്ളത്തിലേക്ക് വീഴുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എഡ്ഡിയും ആനിയും തമ്മിൽ കണ്ടുമുട്ടുവാണ്. ഇപ്പൊ കാൾട്ടൺ റോയ്ക്കിനെ പറ്റിയും ലൈഫ് ഫൗണ്ടേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ആനിക്ക് പുതിയൊരു സ്ഥലത്ത് വക്കീലായിട്ട് ജോലി കിട്ടി. എഡ്ഡിക്കും അതുപോലെ തന്നെ വീണ്ടും ന്യൂസ് റിപ്പോർട്ടറായിട്ട് ജോലി കിട്ടി. ആനി, നീ എന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കുഴപ്പമില്ല, എല്ലാം ശരിയായല്ലോ. പിന്നെ വെനം നിന്നെ വിട്ടുപോയതിൽ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അന്ന് എന്നെ രക്ഷിക്കാൻ വന്ന സമയത്ത് എന്നെ കയറി കിസ് ചെയ്തില്ലേ? അതെന്തിനായിരുന്നു? ഓ അതോ, അതെനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ പോലും ഇല്ല. മാത്രമല്ല ഞാൻ നിന്നെ കിസ് ചെയ്തതല്ല, അത് വെനം എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടാ മതി. എന്തായാലും അത് നല്ല രസമുണ്ടായിരുന്നു. എന്ത്, എന്നെ കിസ് ചെയ്തതോ? കിസ് ചെയ്ത കാര്യമല്ല പറയുന്നത്. വെനം എന്റെ ഉള്ളിലേക്ക് വന്നപ്പോ എനിക്കൊരു പുതിയ പവർ കിട്ടിയ പോലെ തോന്നി. എനിക്കത് ഇഷ്ടപ്പെട്ടു. എഡി, ഇവളൊരു നല്ല കുട്ടിയാണ്. ഇവളെ വിട്ട് കളയരുത്. ആനി നമ്മളുടെ കൂടെ നിൽക്കേണ്ടവളാ. മര്യാദയ്ക്ക് അവളെ വളച്ചെടുക്കാൻ നോക്ക്. സമയമുണ്ടല്ലോ, പതുക്കെ വളയ്ക്കാം. എഡി, നീ ഇപ്പൊ ആരോട് സംസാരിച്ച്? ഞാൻ ആരോട് സംസാരിച്ചില്ല. നിനക്ക് തോന്നിയതായിരിക്കും. എഡി, നിനക്ക് എന്നോട് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടോ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അങ്ങനെ പറഞ്ഞ് എഡി അവിടെ നിന്ന് പോവാണ്. വെനം ഇപ്പോഴും എഡിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ സിംബിയോട്ടുകളുടെ ചെറിയൊരു അംശം ബാക്കിയുണ്ടെങ്കിൽ പോലും അതിനിങ്ങനെ ഹോസ്റ്റുകളുടെ മേൽ കയറി കൂടാൻ പറ്റും. ഈ കാര്യത്തിൽ ആനിക്കും ഒരു സംശയം തോന്നുന്നുണ്ട്. പക്ഷെ വെനം പോയെന്നാണ് ബാക്കിയുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എഡി നടന്നു പോകുമ്പോ ഒരു വഴിപോക്കനായ അപ്പൂപ്പൻ, അതും കണ്ടുപരിചയമുള്ള ഒരു അപ്പൂപ്പൻ മുന്നിലേക്ക് കയറി വരുവാണ്. മോനെ, അപ്പൂപ്പൻ വെറുതെ ഒരു ഉപദേശം തരാം. ആ കുട്ടിയെ നീ വിട്ട് കളയരുത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അത് പിന്നെ പറയണോ അപ്പൂപ്പ? ഞാൻ അവളെ വളച്ചെടുത്തിരിക്കും. എഡി, ഈ അപ്പൂപ്പന്റെ പേരാണ് സ്റ്റാൻലി. ആള് വലിയ പുള്ളിയ. പിന്നെ അപ്പൂപ്പന്റെ കയ്യിലിരിക്കുന്ന പട്ടിക്കുട്ടിയെ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ല. അതിനെടുത്ത് തിന്നാലോ? വെനം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. നിനക്ക് എന്റെ കൂടെ ഇവിടെ നിൽക്കണമെങ്കിൽ ചില റൂൾസ് ഒക്കെ അനുസരിച്ചേ പറ്റൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉങ്ങൾക്ക് ഇരിക്കലാം, എങ്ങൾക്ക് ഇല്ലേ. ഇരുന്നാൽ മീറപ്പെടും. ഞാൻ പറയാം, നോക്ക്. നീ ആരെയും കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്ത് നല്ല ആളുകളുണ്ട്, മോശം ആളുകളുണ്ട്. മോശം കാര്യം ചെയ്യുന്നവരെ തെരഞ്ഞു പിടിച്ച് കഴിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ആളുകൾ ഒന്നും ചെയ്യരുത്. അതിപ്പോ മോശം ആളുകളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അതൊക്കെ നിനക്ക് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ചുനാൾ എന്റെ കൂടെ നിന്നാ ഞാൻ എല്ലാം പറഞ്ഞു തരാം. എന്തായാലും ഇപ്പൊ എനിക്ക് വിശന്നിട്ട് പാടില്ല. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തന്നില്ലെങ്കിൽ നിന്റെ കരളും കിഡ്നിയും ഒക്കെ എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. പെട്ടെന്ന് എന്തെങ്കിലും തിന്നാൻ മേടിച്ചതാ. എഡി നേരെ എന്നും പോറുള്ള ചൈനക്കാരുടെ കടയിലേക്ക് കയറി ചെല്ലുവാണ്. അവൻ സാധനങ്ങൾ എടുക്കാൻ പോയപ്പോഴാണ് സ്ഥിരം ചൈനക്കാരി വന്ന് പേടിപ്പിച്ച് പൈസ വാങ്ങിയിട്ട് പോറുള്ള ആള് അങ്ങോട്ട് തോക്കും കൊണ്ടുവരുന്നത്. ഇപ്പൊ കാണുന്നവൻ ഒരു മോശം ആളാണെന്ന് എഡി വെനത്തിനോട് പറയുന്നു. വെനം നേരെ അവന്റെ രൂപം എടുത്ത് ആ കള്ളന്റെ കൈ കയറി പിടിക്കുവാണ്. നീ പാവപ്പെട്ടവരെ പേടിപ്പിക്കുവല്ലേ? ഇനി നീ ഇതുപോലെ ആരെങ്കിലും തോക്ക് കാണിച്ച് പേടിപ്പിച്ചാൽ ഞാൻ നിന്നെ തേടി വരും. എന്നിട്ട് നിന്റെ 2 കാലും 2 കൈയും മുഖവും കടിച്ചു പറിച്ച് ഞാൻ എടുക്കും. കൈയും കാലും മുഖവും ഇല്ലാത്ത ആളായിട്ട് നിനക്ക് എഴഞ്ഞഴിഞ്ഞ് ജീവിക്കണ്ടെങ്കിൽ ഈ പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോ. നീ എന്തു തരം ജന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരാ? ഓഹോ, ഞാനൊരു ജന്തുവാണല്ലേ? ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഇന്ന് നീ തൽക്കാലം എന്റെ വയറ്റിലേക്ക് പോയാൽ മതി. We are Venom.
അങ്ങനെ പറഞ്ഞ് ദേഷ്യം വന്ന വെനം ആ കള്ളനെ എടുത്ത് ഒറ്റയടിക്ക് കഴിക്കുവാണ്. ഇത് കണ്ട ചൈനക്കാരി പേടിച്ചു പോയി. എടി എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? അത് പിന്നെ ഒന്നും പറയണ്ട, നിങ്ങൾ എന്നോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞില്ലേ? അങ്ങനെ ധ്യാനം ചെയ്യാനിരുന്നപ്പോ എനിക്ക് കിട്ടിയ പുതിയ പവർ ഇത്, ആരോടും പറയണ്ട. വെനം എന്നാലും നിന്നെ ജന്തു എന്ന് വിളിച്ചതുകൊണ്ട് അയാളെ തിന്നേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നീ എന്നെ ജന്തു എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ തിന്നും. ഞാനൊരു ജന്തുവല്ല, ഐ എം വെനം. ഇപ്പോ വി ആർ വെനം. ഇങ്ങനെയാണ് വെനം എന്ന് പറയുന്ന അടിപൊളി ചിത്രം അവസാനിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ ഭാഗത്ത് കാണിക്കുന്നത് എഡി ഒരു ജയിലിലേക്ക് ഒരു സീരിയൽ കില്ലറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഈ സീരിയൽ കില്ലർ കുറെ കാലങ്ങളായിട്ട് കുറെ പേരെ കൊന്ന് അതിന്റെ പേരിൽ ജയിലിൽ പോയിട്ടുള്ള ആളാണ്. ഇയാൾ കൊന്നവരുടെയൊക്കെ ബോഡി പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടി. ഇനിയും കിട്ടാത്ത പല ബോഡികളും ബാക്കിയുണ്ട്. പോലീസുകാർ ചോദിച്ചിട്ട് ഇയാൾ ഒന്നും പറയുന്നില്ല. തന്നെ ഇന്റർവ്യൂ എടുക്കാൻ എഡി വരണമെന്ന് പറഞ്ഞപ്പോഴാണ് എഡിയെ ജയിലിലേക്ക് കൊണ്ടുവന്നത്. ബാക്കിയുള്ള ബോഡികൾ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് എഡിയോട് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എഡി സീരിയൽ കില്ലറിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് കയറി ചെല്ലുവാണ്. അയാൾ അവിടെ അയാളുടെ രക്തം കൊണ്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെൽക്കം എഡി എന്നാണ് അയാൾ അവിടെ രക്തം കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. ആ എഡി നീ വന്നല്ലേ? യെസ്. മറ്റാരോടും പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് തനിക്ക് എന്നോട് പറയാനുള്ളത്? ഞാൻ ഇന്റർവ്യൂ എടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. പക്ഷേ നീ അകലെ നിന്നിട്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. ഒന്ന് അടുത്തേക്ക് വാ. ഓക്കെ, ഇപ്പൊ ശരിക്കും കാണുന്നില്ലേ? ഇനി നിന്റെ സ്റ്റോറി പറ. ഞാൻ എന്റെ സ്റ്റോറി പറയാം. പക്ഷേ എന്റെ സ്റ്റോറിയുടെ അവസാനം നടക്കാൻ പോകുന്ന കാര്യം ഞാൻ ആദ്യം പറയാം. ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് കൂട്ടക്കൊലയായിരിക്കും. ദ കാർണിയേജ്. ഞാൻ ഒറ്റയ്ക്കല്ല പുറത്തേക്ക് ഇറങ്ങുന്നത്, എന്റെ കൂടെ കാർണിയേജും ഉണ്ടാവും. ഇയാൾ ഈ കാർണിയേജ് എന്ന് പറയുന്നത് മറ്റൊരു സിംബിയോട്ടാണ്, വളരെ ഭീകരനായിട്ടുള്ള മറ്റൊരു സിംബിയോട്ട്. അതിന്റെ കഥയാണ് വെനം 2-ൽ കാണിക്കുന്നത്. വെനം 2 നമ്മൾക്ക് മറ്റൊരിക്കൽ കാണാം. എന്തായാലും ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഉറപ്പാണ്. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.